जय जयकार जय जयकार करे। वो है हमारा राजा, राजा दुख संकट से बचाता बचाता, हम पर अपनी करुणा करता और करता उपकार। वो है हमारा राजा, राजा दुख संकट से बचाता बचाता, हम पर अपनी करुणा करता और करता उपकार। क्यों ना उस पर तन मन वारे दे अपना अधिकार। हो जय जयकार जय जयकार करे। हो जय जयकार जय जयकार करे। उस पर जिसका भरोसा भरोसा, वो तो कभी न डरेगा डरेगा। चाहे बीमारी चाहे गरीबी चाहे हो आकाश, उस पर जिसका भरोसा भरोसा, वो तो कभी न डरेगा डरेगा। चाहे बीमारी चाहे गरीबी चाहे हो आकाश, सब संकट से सब कष्टों से ले जाएगा बाहर। ओ जय जयकार जय जयकार करे। ओ जय जयकार जय जयकार करे। स्वर्ग है उसका सिंहासन सिंहासन, पृथ्वी बनी है आसन आसन। आकाश उसकी महिमा बताए, हस्तकला को दिखाए। स्वर्ग है उसका सिंहासन सिंहासन, पृथ्वी बनी है आसन आसन। आकाश उसकी महिमा बताए, हस्तकला को दिखाए। सारे सृष्टि उसकी रचना, उसका ही प्रताप। ओ जय जयकार जय जयकार करे। ओ जय जयकार जय जयकार। वो है हमारा राजा, वो है हमारा राजा, राजा दुख तालियां बजाकर बचाता बचाता, हम पर अपनी करुणा करता और करता उपकार। वो है हमारा राजा, राजा दुख संकट से बचाता बचाता, हम पर अपनी करुणा करता और करता उपकार। क्यों ना उस पर तन मन वारे दे अपना अधिकार। ओ जय जयकार जय जयकार करे। ओ जय जयकार जय जयकार करे। स्वर्ग है उसका सिंहासन सिंहासन, पृथ्वी बने है आसन आसन। आकाश उसकी महिमा बताए, हस्तकला को दिखाए। स्वर्ग है उसका सिंहासन सिंहासन, पृथ्वी बनी है आसन आसन। आकाश उसकी महिमा बताए, हस्तकला को दिखाए। सारे सृष्टि उसकी रचना, उसका ही प्रताप। ओ जय जयकार जय जयकार
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദിവസവും വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഈ സന്ധ്യാവേളയിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് അവസരങ്ങൾ നൽകുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റമില്ലാത്ത വചനങ്ങൾ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി. ഈ രാജ്യത്ത്, ഈ പട്ടണത്തിൽ സത്യവചനം കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി. ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിന് കർത്തൃദാസന ദൈവം കരങ്ങളെടുത്ത് പാറയെ തകർക്കുന്ന ചുറ്റികയായി ദൈവത്തിൻ്റെ വചനോട് വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കുവാനിടയാകും. ഹല്ലേലൂയ. അല്പസമയങ്ങളെല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അധരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവിനാണ് നാം മഹത്വം അർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ദൈവം ചൊരിയുവാൻ, അല്പം കൊണ്ടും അധികം കൊണ്ട് ദൈവം പ്രവർത്തിക്കുവാൻ, ശക്തമായ ആത്മീയ ആരാധന, ആത്മീയ ശുശ്രൂഷയുടെ വെളിപ്പെടുവാൻ, പാപികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഒന്നുകൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റാരേക്കാളധികം യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ, വചനമനുസരിക്കുവാൻ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒരു നിമിഷം സ്തോത്രം ചെയ്യാമല്ലോ. ഇവിടുത്തെ ഭരണ അധികാരിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വളരെ ശാന്തമായ ഹല്ലേലൂയ അന്തരീക്ഷത്തിൽ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നു. സമാധാനവും സ്വസ്ഥതയുള്ള ജീവിതം കഴിക്കേണ്ടതിന് രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും യാചനയും കഴിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. ഹല്ലേലൂയ. ഈ മറ്റ് ഇടങ്ങളിലൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ രാജ്യത്തെ ദൈവം സൂക്ഷിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതിഭയങ്കരമായ കൊടുംചൂട് നിമിത്തം അനവധി പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് എല്ലാറ്റിനും പരിഹാരം തരേണ്ടതിന് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. हमारे प्रेमी पिता परमेश्वर, हम तेरा धन्यवाद करते हैं सुंदर अवसर के लिए प्रभु. तेरे चरणों में एक और दिन प्रभु तूने हमें दिया है. हालेलुया प्रभु. आज की सुबह प्रभु हालेलुया तूने हमको हालेलुया एक जीवन दिया प्रभु. इसके हम तेरा धन्यवाद करते हैं प्रभु. हालेलुया. ओ हालेलुया. आज के दिन प्रभु अनेक लोग इर्द गिर्द अपने हालेलुया अनेक हालेलुया विचारों में और हालेलुया अनेक समस्याओं में उलझे हुए और अनेक अस्पतालों में अपना समय गुजार रहे हैं. लेकिन प्रभु हालेलुया जिंदों के ज़मीन पर प्रभु तूने हमको खड़ा किया. इसके हम तेरा धन्यवाद करते हैं. खास करके इस शाम के वक्त प्रभु तीसरे दिन के इस कन्वेंशन को तेरे हाथों में सौंपते हैं प्रभु. हालेलुया. प्रभु हमने तेरे बारे में सुना. हालेलुया. तेरे आगमन के बारे में सुना प्रभु. हालेलुया. अपने आप को तैयार करते हुए प्रभु हालेलुया अपने आप को हालेलुया हमारे हालेलुया मनों को हालेलुया अपने हालेलुया कर्मों को प्रभु एक और बार प्रभु हालेलुया ध्यान देते हुए जांचते हुए प्रभु आगे बढ़ने के लिए तू हमें सहायता कर प्रभु. വ്യത്യസ്ത ലാംഗ്വേജിലുള്ള വർഷിപ്പ് നമ്മുടെ സഭയുള്ള പദത്തിലൂടെ നടന്നു വരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ബംഗാളി ഭാഷകളിലുള്ള ആരാധനകൾ വ്യത്യസ്ത സമയങ്ങളിൽ നടന്നു വരികയാണ്. വിവിധ ഗോത്രങ്ങളിലും ഭാഷകളിലും ഉള്ളവരെ ഒന്നാക്കി തീർത്ത രക്തം യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ മറ്റൊരു മതത്തിനും അല്ലെങ്കിൽ മറ്റൊരു ഇടത്തും കാണാൻ കഴിയാത്ത കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിൽ ക്രൈസ്തവ മാർഗം ഒതുങ്ങി നിൽക്കുകയല്ല. അതതിൻ്റെ ജൈത്രയാത്ര തുടർന്ന് എല്ലാ വൻകരകളിലും ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ, ആഴ്ചകൾക്ക് മുൻപേ പാകിസ്ഥാനിലുള്ളവർ, ബംഗ്ലാദേശിലുള്ളവർ, ഇന്ത്യയിലുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും 7ലധികം പേര് കർത്തൃകൽപ്പന അനുസരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമ്മെ എല്ലാവരെയും ഒന്നാക്കി തീർത്തത് കർത്താവിൻ്റെ വചനമാണ്, യേശു ക്രിസ്തുവാണ്. അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുവനിൽ നിന്ന് മാനവജാതി മുഴുവൻ ഉളവാക്കിയത് നാം വായിക്കുന്നു.
വിശേഷം നമ്മുടെ സഭയിൽ ഹിന്ദി വർഷിപ്പൊക്കെ വളരെ നന്നായി നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബെറ്റി സാറ്, ബ്രദർ സുജിത്ത്, അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി കൃപകൾ പിന്നെയും ദൈവം ചൊരിയട്ടെ. ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് പോകുന്നു. ഫസ്റ്റ് KJ തോമസ് കുമളി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. ദൈവദാസൻ ദൈവജനം ശുശ്രൂഷിക്കുവാനായിട്ട് പോവുകയാണ്. ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാം. അത് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ബാബു ഷമുൽ പാസ്റ്ററെയും ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह का अति पवित्र नाम पाक माना हो जाए। അനുഗ്രഹീതമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. आशीषित रात के लिए परमेश्वर को धन्यवाद करता हूँ। ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും आदरणीय प्रभु के दास लोग, എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും सारे माँ बाप भाई बहन बच्चे, आप सबों को കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. हमारा उद्धारकर्ता प्रभु यीशु मसीह के नाम से मेरा वंदना करता हूँ। എൻ്റെ സന്ദേശം പരിഭാഷപ്പെടുത്തുന്ന കർത്താവിൻ്റെ ദാസനും വന്ദനം പറയുന്നു. Praise the Lord. ഇന്ന് രാത്രി വലിയൊരു സാഹസത്തിന് ഞാൻ മുതിരുകയാണ്. आज रात को एक साहसिकता के लिए मैं तैयार हो रहा हूँ। പരിഭാഷപ്പെടുത്തി പ്രസംഗിച്ചുള്ള പരിചയം എനിക്കില്ല. अनुवाद कर कर भाषण देने का परिचय मेरे पास नहीं है, അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അല്പം റിസ്ക് ആണ്. और ध्यान से इस प्रकार वचन सुनाना मेरे लिए कठिन बात है। എന്നാൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ कि आज रात को परमेश्वर हमारे लिए महान कार्य ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. परमेश्वर को धन्यवाद करें। हालेलुया। വെളിപ്പാട് പുസ്തകം प्रकाशित वाक्य 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. पहला अध्याय का पहला वचन। യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. മതി മതി. यीशु मसीह का प्रकाशित वाक्य। യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. यीशु मसीह का प्रकाशित वाक्य। കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മ നിറവിന് വേണ്ടി കാത്തിരുന്ന 120 പേരുടെ മേൽ പവിത്രാത്മാവിനെ പകർന്നുകൊണ്ട് പ്രോത്ഘാടനം ചെയ്ത ക്രൈസ്തവ മഹാപ്രസ്ഥാനം. प्रभु यीशु मसीह पवित्र आत्मा के लिए इंतजार करते हुए इकट्ठा किया हुआ 120 लोगों के ऊपर पवित्र आत्मा को भेजते हुए शुरू किया हुआ अपना मंडली या റോമൻ സാമ്രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, रोमन साम्राज्य का एक कोने से दूसरे कोने तक കാട്ടുതീ കത്തിപ്പടരുന്നത് പോലെ ദൈവസഭ കത്തിപ്പടർന്നു. जैसे जंगली आग जलते आगे बढ़ा, इस प्रकार आगे बढ़ते गया। ദൈവസഭയുടെ അസാധാരണമായ വളർച്ചയിൽ ആടിയിളകിയ പൈശാചിക ശക്തികൾ परमेश्वर का कलीसिया का उन्नति के सामने हिलते जुलते घबरा गया इस दुनिया का शक्ति। യഹൂദേതര മതങ്ങളെയും റോമൻ ഭരണകൂടത്തെയും കൂട്ടുപിടിച്ച് और यहूदी लोगों को और अन्य धर्म के लोगों को दोस्त बनाकर ദൈവസഭയുടെ വളർച്ചയ്ക്ക് കടിഞ്ഞാണിടാൻ അശ്രാന്ത പരിശ്രമം നടത്തി. परमेश्वर का कलीसिया का उन्नति को रोकने के लिए कठिन प्रयत्न किया। ദൈവസഭയുടെ ത്വരിത വളർച്ചയെ തടയാൻ ദുഷ്ടപിശാച് परमेश्वर का कलीसिया को आगे जाने का, उन्नति को रोकने का प्रयास जो दुष्ट शैतान किया, നിരവധി മാർഗങ്ങൾ അവലംബിച്ച കൂട്ടത്തിൽ कई प्रकार का तरीका को इस्तेमाल करते हुए അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ കൂടെ അതിനുപോൽബലകമായി സ്വീകരിച്ചു. उस जमाने का एक सामाजिक सिद्धांत को भी इस्तेमाल किया इस प्रकार। അന്ന് റോമൻ ചക്രവർത്തിമാർ അറിയപ്പെട്ട പേരാണ് കൈസർ. और उस जमाने का बादशाह का नाम है सीसर। കൈസർ എന്ന പദം കുരിയോസ് എന്ന ധാതുവിൽ നിന്ന് വന്നതാണ്. सीसर का जो मूल्य शब्द कुरियोस शब्द से निकला हुआ है। കൈസർ ഓർ കുരിയോസ് എന്ന പദത്തിന്റെ അർത്ഥം ലോർഡ് ഓർ ഗോഡ് എന്ന ദൈവം, അതായത് കർത്താവ്. कैसर अथवा कुरियोस शब्द का अर्थ प्रभु है। അന്ന് റോമൻ ചക്രവർത്തിമാരുടെ രാജകീയ വിളംബരങ്ങൾ ഇങ്ങനെയാണ് ആരംഭിക്കുക. उस जमाने में बादशाह लोग घोषणा किया हुआ विवरण में इस प्रकार बताया गया था। അവർ ലോർഡ് ആൻഡ് ഗോഡ്സ്, ഇന്ന ചക്രവർത്തിയുടെ കൽപ്പന, നമ്മുടെ ദൈവവും
നമ്മുടെ കർത്താവുമായ ചക്രവർത്തി ഇപ്രകാരം അരുളി ചെയ്യുന്നു. हमारा भगवान और प्रभु जो हमारा राज्य का है उन्होंने इस प्रकार घोषणा करता है. റോമൻ ചക്രവർത്തിമാർ സ്വയം ദൈവമായി സ്വയം കർത്താവായി. और रोमी बादशाह लोग अपने आप राजा बनाया और प्रभु बनाया. അദ്ദേഹത്തെ മാത്രമേ ദൈവമെന്നും കർത്താവെന്നും വിളിക്കാവൂ എന്ന നിയമം റോമൻ സാമ്രാജ്യത്തിൽ പ്രാബല്യത്തിൽ വന്നപ്പോ रोमी सरकार के बीच में इस प्रकार का नियम को लेके आया कि केवल उस बादशाह को प्रभु ही कहलाना है, बुलाना है करके. ധന്യനായ പൗലോസ്ലീഹ ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതി. और आदरणीय प्रभु का संत प्रेरित पौलोस इस प्रकार का एक चिट्ठी अपना कलीसिया के लिए लिखा. 1 കൊരിന്ത്യ ലേഖനം 8 അധ്യായം 5-6 വാക്യങ്ങൾ. पहला कुरिन्थी 8 अध्याय का 5 और 6 वचन में, എന്നാൽ ആകാശത്തിന്റെ കീഴിൽ ദേവന്മാരെന്നു പേരുള്ള അനേകരുണ്ടെങ്കിലും ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ, പിതാവായ ഏക ദൈവം എന്ന കർത്താവ് നമുക്കുണ്ട്. इस प्रभु के दास ने इस प्रकार बताया कि आकाश के नीचे कई प्रकार का देवी देवताएं हैं, लेकिन एक ही परमेश्वर हमारा प्रभु यीशु मसीह ही सबसे श्रेष्ठ परमेश्वर है और हमारा परमेश्वर भी है. റോമൻ ചക്രവർത്തി പറയുന്നു, ഞാനാണ് ദൈവം, ഞാനാണ് കർത്താവ്. रोमी सरकार और बादशाह इस प्रकार करता है, मैं हूं प्रभु और मैं हूं परमेश्वर. എന്നെ മാത്രമേ ദൈവമെന്നും കർത്താവെന്നും വിളിക്കാവൂ. केवल मुझे ही परमेश्वर बुलाना कहलाना. എന്നാൽ സഭയെ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. लेकिन कलीसिया को प्रेरित पौलोस इस प्रकार याद दिलाता है, അരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. लेकिन आप लोग इस प्रकार मत कहना. നിങ്ങൾ പറയണം. आप लोग इस प्रकार बोलना. എന്തു പറയണം? क्या बोलना है? ഒരൊറ്റ ദൈവം, एक ही അത് परमेश्वर, പിതാവായ ഏക ദൈവം, एकमात्र पिता परमेश्वर, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ്. यीशु प्रभु हमारा एकलौता प्रभु. ദൈവമക്കൾ അത് സധൈര്യം ഏറ്റുപറഞ്ഞു. और विश्वासी लोग एक साथ मिलकर ये बोलना शुरू किया. അതുകൊണ്ട് തന്നെ इसलिए അതികിരാതമായ നരനായാട്ടിന് और एकदम क्रूर इंसान को मार डालने का प्रयास में റോമൻ സാമ്രാജ്യത്വം അവരെ വിധേയരാക്കി മാറ്റി. और रोमी सरकार इस प्रकार का नियम को लेके आया. ഔഗസ്തസ് കൈസരുടെ കാലത്ത് ആരംഭിച്ചതും अगस्तोस सीसर के समय पर शुरू किया हुआ, നീറോ ചക്രവർത്തിയിലൂടെ ക്രമബദ്ധമായി പരിണമിച്ചതുമായ ചക്രവർത്തി ആരാധന नीरो बादशाह के समय पर लेकर चलाया हुआ इस आराधना ഡൊമിനീഷ്യന്റെ കാലഘട്ടമായപ്പോ അതിന്റെ അത്യുച്ചകോടിയിൽ എത്തിച്ചേർന്നു. डोमिशियन बादशाह के समय पर उसका एकदम उन्नति पर पहुंच गया. മുൻ പറഞ്ഞ കാരണത്താൽ पहले जो बताया हुआ कारण के कारण അനവധി നിരവധി ദൈവമക്കളെ अनेक विश्वासियों को ഡൊമിനീഷ്യൻ പീഡിപ്പിക്കുമ്പോ डोमिशियन बादशाह पीठा देते रहा. ക്രിസ്തു ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാനെയും പിടിച്ചു. इस प्रकार प्रभु का प्रिय दास यूहन्ना को भी पकड़ लिया. പാരമ്പര്യം പറയുന്നത് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടെന്ന. और इतिहास इस प्रकार कहलाता है कि उनको उबाला हुआ तेल के अंदर डाल दिया. എന്നാൽ പച്ചവെള്ളത്തിൽ എന്ന വണ്ണം ദൈവം തന്റെ ദാസനെ അത്ഭുതകരമായി പരിപാലിച്ചു. लेकिन जैसे सादा पानी में गिरा हुआ इस प्रकार परमेश्वर ने अद्भुत रीति से उनको बचाया. പൊതുജന സമക്ഷം ചക്രവർത്തി തിരുമനസ്സിനുണ്ടായ അപമാന ഭാരം സഹിക്കവയ്യാതെ बाहर के लोगों के सामने इस कारण से बादशाह अपमानित हो गया है, वो असहनीय था. इसलिए അന്നത്തെ രാഷ്ട്രീയ തടവുകാരെ നാടുകടത്തുന്ന और उसके पश्चात उस जमाने के लोगों को और विदेश में भेजने वाला इस रीति के अनुसार ഇന്നത്തെ ഗ്രീസിന്റെ അധീനതയിൽ കിടക്കുന്ന आज का यूनानी राज्य का अधीन में रहने वाला പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് पत्मोस टापू में യോഹന്നാനെ ചക്രവർത്തി നാടുകടത്തി. यूहन्ना को बादशाह ने भेज दिया. ചക്രവർത്തിയാൽ യോഹന്നാൻ നാടുകടത്തപ്പെടുമ്പോ बादशाह के द्वारा
जब यूहन्ना ने विदेश में भेजा गया, ചക്രവർത്തിയുടെ അകത്ത് 2-3 ചിന്തകൾ ഉണ്ടായിരുന്നു. बादशाह के अंदर इस प्रकार 2-3 प्रकार का विचार धारा आ गया. ഒന്നാമത്തെ ചിന്ത ഇതാണ്, पहला विचार इस प्रकार था, ഏകാന്തതയുടെ തടവുകാരനായി കിടക്കുന്ന യോഹന്നാന്റെ അടുക്കൽ ये अकेला बंदी गृह में बंदी के समान पड़ा रहने वाला यूहन्ना के पास ഒരു മനുഷ്യ കുഞ്ഞു പോലും ചെന്ന് केवल एक मनुष्य का बच्चा भी ना आते हुए അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പാടില്ല. उनको तसल्ली दिलाना नहीं चाहिए. ഇന്ന് രാത്രി ശാന്തമായി ഇതിന്റെ അകത്ത് ഇരുന്നൊന്ന് ചിന്തിച്ചേ. अब इस आज रात को हम इस हॉल के अंदर बैठकर आराम से जरा सा सोचिए, നമ്മുടെ ഒരു രോഗക്കിടക്കയിൽ, हमारा एक बीमारी का हालत में, നമ്മുടെ ഒരു മാനസിക വ്യഥയിൽ, हमारा मानसिक दुख में, നമ്മുടെ ഒരു സ്വകാര്യ ദുഃഖത്തിൽ हमारा व्यक्तिगत दुख के अवसर पर ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, यदि कोई आया करता था तो, ഒരു വാക്ക് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, यदि प्रार्थना किया करता था ഒരു तो, ആശ്വാസ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ सांत्वना दिलाने वाला कुछ यदि बताता था तो, എന്ന് കൊതിക്കാത്ത ആരാ ഉള്ളത്? और इस प्रकार इच्छा रखने वाला कौन नहीं है? ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ एक इंसान के नाते യോഹന്നാനും അതൊക്കെ പ്രതീക്ഷിച്ചു. यूहन्ना भी शायद इसका उम्मीद रखा होगा, പക്ഷേ രക്തബന്ധങ്ങൾ ആരും അവിടെ പോയില്ല. लेकिन उनका खून का सगा संबंधी कोई वहां पर ना पहुंचा, സഹപ്രവർത്തകരാരും അവിടെ പ്രവേശിച്ചില്ല. और उनका सहकर्मियों में से कोई भी वहां पर पहुंच नहीं गया, കൂട്ടുവിശ്വാസികളാരും അവിടെ ചെന്നില്ല. और विश्वासी लोग वहां पर आया नहीं. എന്താ അവര് ചെല്ലാഞ്ഞേ? क्यों वे लोग नहीं गए? അവർക്കാർക്കും പോകാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ऐसा कारण नहीं है, उनको दिल नहीं है, പക്ഷെ അവരാരും ആ ഏകാന്ത ദ്വീപിൽ യോഹന്നാന്റെ അടുക്കൽ ചെല്ലാതെ, लेकिन वे लोगों से कोई भी व्यक्ति यूहन्ना के पास ना जाते हुए അവരെ തടയാൻ ഡൊമിനീഷ്യനെ കൊണ്ടും അവന്റെ അധികാരത്തെ കൊണ്ടും കഴിയുമായിരുന്നു. और डोमिशियन बादशाह और उनके अधिकार के साथ इन लोगों को रोक सकता था. എന്നാൽ ഡൊമിനീഷ്യ लेकिन डोमिनिशियन തന്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് അവനെ അഭിഷേകം ചെയ്ത, अपना दास को सेवकाई के लिए बुलाकर अभिषेक किया हुआ, എന്റെ ദൈവം സ്വർഗം ചായിച്ച് തന്റെ ദാസന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ചാൽ അവനെ തടയാൻ ഇവിടെ അധികാരത്തെ കൊണ്ട് കഴിയും. मेरा परमेश्वर अपना स्वर्ग से उतर कर अपना दास के पास आने के लिए यदि निर्णय लेगा तो इस दुनिया के अंदर परमेश्वर का योजना को रोकने वाला कौन है? ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളെ, आज परमेश्वर का अनुग्रह पाए हुए प्रभु के बच्चे, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ आपका रुकावट और समस्या के മുഴുവൻ सामने ലോകവും മാറി നിൽക്കട്ടെ. और पूरा दुनिया दूर होने दीजिए, എന്നാൽ ആ പ്രതിസന്ധിയുടെ വേലിക്കെട്ടുകളെ പൊളിച്ച് लेकिन उस रुकावट के बाढ़ को तोड़कर നിന്റെ അടുക്കൽ ഇറങ്ങി വരാൻ കരുത്തനായ ഒരു ദൈവമാണ് ഈ രാത്രി നീ സേവിക്കുന്ന ദൈവമെന്ന് Hallelujah. ഇന്ന് രാത്രി എത്ര പേർ കുറപ്പുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आपके करीब करीब आकर आपको तसल्ली दिलाने के लिए सर्वशक्तिमान एक परमेश्वर को आप आराधना करते हैं करके कितने लोग जानते हैं, विश्वास करते हैं? Amen. हालेलुया. നിങ്ങൾ കണ്ടോ, ഒരു കപ്പൽ റോമിലേക്ക് പോകുകയാണ്. अब आप देखिए एक जहाज रोम के ओर बढ़ रही है. 14 പകലായി അവർ സൂര്യനെ കണ്ടിട്ടില്ല. 14 दिन रात हो गया, सूरज को ना देखा. 14 രാത്രിയായി അവർ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ല. और 14 रात हो गया, न तारा को न चांद को देखा. ആ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. वो जहाज डूब रहा है. പ്രാണഭയത്തിൽ എല്ലാവരും അലറിക്കരയുകയാണ്. मृत्यु को सामने देखते हुए प्राण का भय में सब लोग चिल्ला रहा है. എന്നാൽ ആ മുങ്ങുന്ന കപ്പലിൽ നിന്നുകൊണ്ട് लेकिन वो डूबने वाला जहाज के अंदर से ശ്ലീഹ പൗലോസ് പറയുന്നു, प्रेरित पौलुस इस प्रकार कहते हैं, എന്റെ ഊട്ടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ ഇറങ്ങി വന്നു.
मेरा मालिक और मैं आराधना उपासना करने वाला मेरा परमेश्वर कल रात को मेरे निकट आया। എവിടെ ഇറങ്ങി വന്നു? कहां पर उतर कर आया? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ, डूबने वाला जहाज के अंदर। ഇവിടം കൊണ്ട് മുഴുവൻ അവസാനിച്ചു എന്ന് പറഞ്ഞ് यहाँ समाप्त हो गया करके समझकर 275 പേർ അലറി കരയുമ്പോൾ 275 लोग चिल्लाते हुए रोते समय ആ മുങ്ങുന്ന കപ്പലിൽ, डूबने वाला जहाज के अंदर, തകർച്ചയുടെ നടുക്കടലിൽ उस डूबने का हालत के बीच में എന്റെ തമ്പുരാൻ ഇറങ്ങി വന്നെങ്കിൽ, मेरा प्रभु यदि उतर कर आया है तो ഇന്നു രാത്രി आज रात को പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, पवित्र आत्मा आपको संदेश सुनाता है। രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്നിടത്ത്, यदि आप सोचते होंगे कि बचने का सारा रास्ता और नष्ट हो गया करके, അവസാന പിടിവള്ളിയും നഷ്ടപ്പെട്ടു എന്ന് ഇന്ന് രാത്രി നീ വ്യാകുലപ്പെടുന്ന മേഖലയെ, अंध का पकड़ भी मुझे नष्ट हो गया, अभी सिर्फ डूबने का ही करके यदि सोचने वाला कोई भी बात आपके जीवन में है तो പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, നിന്റെ തകർച്ചയുടെ നടുവിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ സ്വർഗം തെളിയിക്കാൻ പോകുന്നു. എത്ര പേര് ഈ രാത്രി അത് വിശ്വസിക്കുന്നു? അവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पवित्र आत्मा आपके और उंगली बढ़ाकर इस प्रकार संदेश सुनाता है, आपका इस समस्या के बीच में से आपको बचाने वाला एक सर्वशक्तिमान परमेश्वर जिंदा है। ആമേൻ. हालेलुया। യോഹന്നാനെ ചക്രവർത്തി നാട് കടത്തുമ്പോ यूहन्ना प्रेरित को बादशाह ने जब विदेश में भेजते समय അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിന്ത ഇതാണ്, उनका दूसरा विचार इस प्रकार था, യോഹന്നാൻ ഇനി ഒരു മടങ്ങി വരവുണ്ടാകാൻ പാടില്ല. कोई भी हालत में यूहन्ना वापस बिल्कुल नहीं आना है। ശുശ്രൂഷാ വേദിയിൽ ഇനി യോഹന്നാനെ കാണാൻ പാടില്ല. सेवकाई के क्षेत्र में यूहन्ना को बिल्कुल नहीं देखना है। ചക്രവർത്തിയുടെ ആ ചിന്ത നടക്കും. बादशाह का उस विचार शायद हो सकता है क्या? അതിന്റെ തെളിവാണ് उसका सबूत यह है कि യോഹന്നാന് മുമ്പ് നാട് കടത്തപ്പെട്ട यूहन्ना से पहले विदेश में भेजा गया लोगों से അനവധി നിരവധി രാഷ്ട്രീയ തടവുകാരുടെ ചിതറിക്കിടക്കുന്ന തലയോട്ടികളും അസ്ഥിപഞ്ജരങ്ങളും भेजा हुआ लोगों का खोपड़ी और हड्डियां वहां पर तितर फितर होकर पड़ा रहता है। അവയൊക്കെ മൗനമായി യോഹന്നാനോട് പറയുന്നു, ये सारे वस्तुओं को यूहन्ना से मौन रीति से बताता है, യോഹന്നാനെ ഒരു കാലത്ത് നിന്നെ പോലെ നാട് കടത്തപ്പെട്ടവരായി ഞങ്ങൾ ഇവിടെ വന്നു. और यूहन्ना आपके जैसे हम भी इस प्रकार हमारे देश से यहाँ पर भेजा गया था। രക്ഷപ്പെടുവാൻ അശ്രാന്ത പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. बचने के लिए हम बहुत कोशिश किया, പക്ഷെ ഞങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിഫലമായതല്ലാതെ लेकिन हमारा सारा परिश्रम निष्फल हो गया, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടില്ല. हम बच नहीं पाया। ഇതുപോലെ നീയും രക്ഷപ്പെടില്ല. इस प्रकार तुम भी कोई भी हालत में बचने का संभावना बिल्कुल नहीं। അധികം താമസിയാതെ ज्यादा देर होने से पहले ഒരു അസ്ഥിപഞ്ജരമായി, तुम और हड्डी बनकर, ഒരു തലയോട്ടിയായി एक खोपड़ी बनकर നീ ഇവിടെ നീറി ഒടുങ്ങാൻ പോകുക. तुम यहाँ पर और समाप्त होने का എന്നാൽ बुझने का ഇന്ന് है। രാത്രി ഞാൻ സന്തോഷത്തോടെ വിളിച്ചു പറയാം, लेकिन आज खुशी के साथ इस रात को आपको संदेश सुनाना ആ चाहता हूँ। ഏകാന്ത ദ്വീപിൽ നിന്ന് उस अकेलापन का टापू में से ജീവനോടെ മടങ്ങി വന്ന ഒരൊറ്റയാൾ അത് അപ്പോസ്തലനായ യോഹന്നാനാണ്. पत्मोस टापू से बाहर जीवन के साथ वापस लौटा हुआ एक ही व्यक्ति यूहन्ना प्रेरित था। ഈ രാത്രി എഴുതി വെച്ചോ, इस रात को आप लिख के रख सकता है, ഇനി നിനക്കൊരു മടങ്ങി വരവില്ലെന്ന് ശത്രു ഭീതി എഴുതുന്ന സാഹചര്യത്തിൽ आपके व्यक्तिगत जीवन में अभी आप वापस आने का कोई संभावना नहीं है करके शैतान लिख के रखते और विधि निर्णय लेते समय നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കാത്ത
ചില വഴികൾ നിന്റെ മുമ്പിൽ തമ്പുരാൻ തുറന്നു തരാൻ പോകുന്നു എന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറയുന്നു. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ഇത് ഏറ്റെടുക്കും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पवित्र आत्मा आपका संदेश सुनाता है कि आपको वहां से बचाकर रास्ता नया खोलकर आपको वापस ले आने वाला परमेश्वर जिंदा है करके पवित्र आत्मा का वाणी सुनाता है. ആരോടൊക്കെയോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ വ്യക്തിപരമായി സംസാരിക്കുന്നു. आप में से कई लोगों के साथ तो पवित्र आत्मा व्यक्तिगत तौर पर बात करता है. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ഇങ്ങനെ പറയുന്നു. पवित्र आत्मा आज रात को मुझसे इस प्रकार सुनाता है. നിന്റെ നാശത്തിന് ശത്രു കൊണ്ടുവച്ച ചില പ്രതിസന്ധികളുടെ നടുവിൽ ഒരു പോറൽ പോലും സംഭവിക്കാതെ നിന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇതിന്റെ അകത്ത് ചലിച്ചിറങ്ങുന്നു എന്ന് ആത്മാവ് ഇടപെടുകയാണ്. आपका सत्यानाश के लिए रख छोड़ा हुआ स्थान में आपको कोई भी एक दाग का भी और अनुभव बिना वहां से अद्भुत रीति से आपको बचाने वाला मेरा परमेश्वर का कार्य आपके लिए करने वाला प्रभु आपके साथ है करके आज संदेश सुनाता है. ആമേൻ. हालेलुया. മുഖം നോക്കാതെ ദൈവത്തിന്റെ ദൂത് പറയുന്ന പ്രവാചകൻ ഇരമ്യാവ് और चेहरा ना देखते हुए परमेश्वर का वाणी सुनाने वाला परमेश्वर का नबी जिरम्या അദ്ദേഹം പലരുടെയും കണ്ണിലെ കരടായി മാറി. और अनेकों के आंख में एक रुकावट बन गया. वह അവര് തീരുമാനിച്ച് ഇരമ്യാവിനെ ഒടുക്കാൻ. और वे लोग इस प्रकार सोचा कि इरम्या को सत्यानाश करे. ഒടുക്കാൻ തീരുമാനിച്ചവര് കൊണ്ടൊരു പൊട്ടക്കുഴിയിലിട്ടു. और उनको सत्यानाश करने के लिए सोचकर एक कुआं के अंदर डाल दिया जो सूखा हुआ है. അവരുടെ ചിന്ത उन लोगों के विचार ശുദ്ധജലവും ഭക്ഷണവും ഇല്ലാതെ ഇരമ്യാവ് അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കണം. वे लोग सोचा कि इस सूखा हुआ कुआं के अंदर रहकर वो पानी और खाना बिना सत्यानाश हो जाएगा, समाप्त हो जाएगा. എന്നാൽ ദൈവം ചിലരെ ആ കുഴിയുടെ സമീപത്തേക്ക് അയച്ചു. लेकिन परमेश्वर ने कुछ लोगों को उस कुआं के पास भेज दिया. അവര് കുഴിയിലേക്ക് നോക്കുമ്പോ പ്രവാചകൻ അവിടെ കിടക്കുന്നു. वे लोग जब कुआं के अंदर देखा भविष्यवक्ता को वहां पर देख लिया. കുഴിയിൽ കിടക്കുന്ന ഇരമ്യാവിനെ और इस कुआं के अंदर पड़ा रहने वाला जिरम्या को അവർ ആദ്യം കയറിട്ട് കൊടുത്തില്ല. वे लोग पहले रस्सी डालकर नहीं मदद किया. ആദ്യം കയറിട്ട് കൊടുത്താൽ यदि पहले बार शुरुआत में रस्सी डालकर मदद करता तो ഇരമ്യാവ് തന്റെ ശരീരത്തിൽ ആ കയറ് കെട്ടും. जरम्या अपना शरीर में उस रस्सी बांधेगा. അവർ ആ കയറെ പിടിച്ച് മുകളിലേക്ക് വലിക്കും. वे लोग उस रस्सी को ऊपर पकड़ लेगा. അപ്പം മാംസം മുറിയും ചോര പൊടിയും വേദന ഉളവാകും. और इस कारण से मांस में दाग और घाव आएगा और खून निकलेगा और इस प्रकार वो क्लेश सहन करेगा. ആദ്യം സംഭവിക്കാതിരിക്കാൻ वो ना होने के लिए അവർ ആദ്യം ഇട്ടുകൊടുത്തത് പഴം തുണിയാണ്. और वे लोग सबसे पहले पुराना वाला कपड़ा डाल दिया. പിന്നെയാണ് കയറിട്ട് കൊടുത്തത്. बाद में रस्सी को डाल दिया. എന്താ അതിന്റെ കാരണം? कारण क्या है? പഴം തുണി ഇരമ്യാവ് തന്റെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റുന്നു. और पुराना कपड़ा जरम्या नबी ने अपने शरीर में बांध അതിനു लेते മുകളിൽ കയറ് കെട്ടുന്നു. और उसके ऊपर रस्सी बांध लेते. അവർ ആ കയറെ പിടിച്ച് മുകളിലേക്ക് വലിക്കുന്നു. वे लोग उस रस्सी को ऊपर के ओर पकड़ते हैं. അപ്പോഴെന്താ ഗുണം? अब क्या फायदा है? മാംസം മുറിയാതെ, मांस को कोई हानि बिना, ചോര പൊടിയാതെ, खून निकलने बिना, വേദന ഉളവാകാതെ दर्द होने बिना ഇരമ്യാവിന് പുറത്തു വരാം. जरम्या बाहर आ सकता है. ഇന്ന് രാത്രി എഴുതി വെച്ചോ. और आज लिख के रखिए. ഇവിടം കൊണ്ട് നിന്നെ തീർത്തു കളയുമെന്ന് ശത്രു നിർണയിച്ചിരിക്കുന്ന അവന്റെ ചില പദ്ധതികൾക്കെതിരെ हालेलुया. आपको यहाँ पर समाप्त करेगा करके शैतान लिख के रखा हुआ उसका योजना को പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഒരു പോറൽ പോലും സംഭവിക്കാതെ നിന്നെ തമ്പുരാൻ ഉദ്ധരിക്കാൻ പോകുന്നു എന്ന് ആത്മാവ് സുവ്യക്തമായി ഇന്ന് രാത്രി ആലോചന പറയുന്നു. എത്ര പേർ ആമേൻ പറയും? അവരെ കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക.
इस प्रकार का एक हालत के बीच में से आपके शरीर में कोई प्रकार का दाग ना पहुंचते हुए अद्भुत रीति से आपका दुर्घटना के बीच में से आपका परमेश्वर, हमारा परमेश्वर आपको बचाने वाला है करके आज रात को पवित्र आत्मा आपके लिए संदेश सुनाता है। आप में से कितने लोग विश्वास कर कर परमेश्वर को धन्यवाद करेगा? हालेलुया। ഇരമ്യാവിനെതിരെയുള്ള യോഹന്നാനെതിരെയുള്ള यूहन्ना के खिलाफ जो ചക്രവർത്തിയുടെ മൂന്നാമത്തെ ചിന്ത बादशाह का तीसरा विचार മരണവാറണ്ടാണ്. मरण मृत्यु का अधिकार पत्र है। അതുകൊണ്ട് തന്നെ ആ പ്രിയ കർത്താവ് യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞത്, इसलिए प्रिय प्रभु यीशु मसीह यूहन्ना के पास आकर इस प्रकार कहा, യോഹന്നാനെ നീ എന്റെ കരത്തിലോട്ടൊന്ന് നോക്കിക്കേ. यूहन्ना तू मेरा हाथ के ओर देखो, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലാ ഉള്ളത്. मृत्यु का और अधोलोक का കുഞ്ചി मेरे पास है। നീ ഇവിടെ കിടന്നു മരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡോമിനേഷനല്ല, അവന്റെ അധികാരവുമല്ല. हे यूहन्ना तू इस टापू में रहकर मरना है या नहीं मरना है करके उसका निर्णय लेने वाला डोमिनियन बादशाह नहीं, बल्कि मैं हूं। നിന്റെ പ്രാണന്റെ മേൽ പരമാധികാരം എനിക്കാണെന്ന് നീ തിരിച്ചറിയണം. आपका प्राण के ऊपर परम अधिकार, हालिया सबसे श्रेष्ठ अधिकार मेरे पास है करके तू समझ ले। ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തിയാലും आज रात को मेरे अंदर परमेश्वर ने दिया हुआ अधिकार के अभिषेक के എന്റെ कारण കർത്താവ് എനിക്ക് തന്ന ആത്മീക അധികാരത്താലും और मेरा परमेश्वर मुझे दिया हुआ आत्मिक अधिकार के कारण ഇതിന്റെ അകത്തിരിക്കുന്ന ആരുടെയെങ്കിലും പ്രാണനെതിരെ और आज यहाँ पर बैठने वालों से यदि कोई किसी का प्राण ഇന്ന് के खिलाफ രാത്രി ചലിക്കുന്ന വൈശാചിക വ്യാപാരമുണ്ടെങ്കിൽ और कार्य करने वाला शैतान का शक्ति यदि है तो പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ और बच्चों को और दबाने के लिए ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ शैतान का सारा शक्ति को हराने के लिए सामर्थ अधिकार पाया हुआ നസറയനായ യേശുവിന്റെ നാമത്തിൽ यीशु प्रभु के नाम से പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ और शैतान इस शक्ति के ऊपर മരണത്തിന്റെ ശക്തികളുടെ മേൽ उस मृत्यु के शक्ति के ഈ ऊपर രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. आज रात को हम जय पाते हैं। मृत्यु से पहले എന്നെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ इस पृथ्वी से बेचने के लिए നിനക്കെതിരെ മരണത്തിന്റെ കടും കെട്ടുകൾ കെട്ടുന്ന हालेलुया तुम्हारे विरुद्ध मृत्यु का योजना बनाने वाला ചില പൈശാചിക വ്യാപാരങ്ങളെ और कुछ शैतान का कार्य को ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ यीशु प्रभु के नाम से ഞങ്ങൾ ഇതിനകത്ത് അഴിക്കുന്നു. और आज हम इस യേശുവിൻ നാമത്തിൽ यीशु के नाम से യേശുവിൻ നാമത്തിൽ यीशु प्रभु के नाम से ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. आज इस प्रकार होने दो। മക്കൾ കരമടിച്ചാൽ ओ रे बाबा ഈ രാത്രി ദൈവത്തെ आइए मिलकर हाथ ആരാധിക്കുക. ताली बजाकर प्रभु को स्तुति आराधना करें। മരണത്തിന്റെ ചില കടുംകെട്ടുകളെ ഇന്ന് രാത്രി ആത്മാവിന്റെ അകത്ത് അഴിച്ചു മാറ്റുന്നു എന്ന് ദൈവം രാത്രി ശക്തമായി ദൂതിടുന്നു. मृत्यु का बंधन से बांधकर मृत्यु के ओर खींच कर ले जाने वाला शैतान का बंधन को आज पवित्र आत्मा के द्वारा तोड़ देते। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്ക് സംശയം തോന്നും, शायद आप शंक कर सकता है, ആയുസ് തികയുന്നതിന് മുമ്പ് आपका आयुष पूरा होने से पहले മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ പിശാച് പദ്ധതി ഇടുമോ എന്ന്. इस धरती से आपको हटाकर ले जाने के लिए അതിന് രാത്രി എനിക്ക് ഒറ്റ മറുപടിയേ പറയാനുള്ളൂ. और जो शैतान का योजना है उसके खिलाफ मुझे एक ही उत्तर है। പൗലോസ് പറഞ്ഞ മറുപടി, प्रेरित पौलुस बताया हुआ उत्तर, ഇത്ര വലിയ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. इतना बड़ा मृत्यु के अधीन से परमेश्वर हमें छुड़ाया। എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്?
कितने लोग समझते हैं തമ്പുരാൻ നിനക്ക് തന്ന ശുശ്രൂഷ പൂർത്തിയാകുന്നതിനു മുമ്പേ परमेश्वर आपके हाथ में सौंपा हुआ सेवकाई समाप्त होने से पहले നിന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ നിത്യ പദ്ധതി മണ്ണിൽ നിറവേറുന്നതിനു മുമ്പേ परमेश्वर आपके लिए रख छोड़ा हुआ अनंत काल का योजना को पूरा करने से पहले നിന്നെ തകർത്ത് കളയാൻ വ്യാപരിക്കുന്ന ചില മരണത്തിന്റെ അസ്ത്രങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് ഇതിന്റെ അകത്ത് അഴിച്ചു മാറ്റുന്നു എന്ന് ശക്തമായി പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നു. എത്ര പേര് ഈ രാത്രി അത് വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുന്നു. शैतान अपना चालाकी के द्वारा आपको बांधकर मृत्यु की ओर खींचकर ले जाने का योजना को आज रात को पवित्र आत्मा के द्वारा परमेश्वर पिता ने उसको तोड़ फोड़ कर कर आपको जय देना आप विश्वास करता है क्या? तो परमेश्वर को धन्यवाद देना है. ഇന്ന് രാത്രി സഭ എഴുതി വെച്ചോ, आज कलीसिया लिखे रखी സ്വർഗം പ്രാണനെ കൊള്ള പോലെ ചിലർക്ക് തരാൻ പോകുന്നു എന്ന് ഈ രാത്രി ആത്മാവ് സംസാരിക്കുന്നു. എത്ര പേര് ഈ രാത്രി ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കാം. हालेलुया हालेलुया. शैतान लेके चला गया हुआ आपका प्राण को, कोशिश किया हुआ प्राण को वापस देने के लिए परमेश्वर ने निर्णय लिया है करके आज रात को पवित्र आत्मा का संदेश दिलाता है. 270 പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നതുകൊണ്ടാണ് पवित्र आत्मा एक संदेश मुझे बताया. 276 പേരുമായി റോമിലേക്ക് പോയതാ കപ്പൽ. 276 लोगों के साथ रोम के और निकला हुआ जहाज. പൗലോസ് പറഞ്ഞു കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങളും നഷ്ടപ്പെടാൻ പോവാ. और इस प्रकार संदेश सुनाया और जहाज और उसके अंदर जो सामान वो सब का नाश और हमारा प्राण को भी नाश हो सकता है. പ്രാണനെതിരെ പിശാച് കരുക്കൾ നീക്കിയെന്ന് പൗലോസിനെ ദൈവം വെളിപ്പെടുത്തിയപ്പോ पवित्र आत्मा परमेश्वर ने पौलुस को इस प्रकार संदेश सुनाया कि हमारा प्राण के खिलाफ ही शैतान अपना कार्य को तैयार किया है. പൗലോസ് വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. लेकिन प्रेरित पौलुस इस प्रकार प्रार्थना करना शुरू किया. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ कुछ दिन के पश्चात അതേ പൗലോസ് പറയുന്നു, वही पौलुस इस प्रकार സഹോദരന്മാരേ, दोबारा बताया, हे मेरे भाइयों, കപ്പലിനും ചരക്കിനും അല്ലാതെ केवल जहाज और सामान को के बिना നമ്മുടെ പ്രാണൻ ഒന്നും സംഭവിക്കുകയില്ല. हमारा प्राण को कोई हानि ना पहुंचेगा. എന്താ സംഭവിക്കാത്തെ? क्यों ना होते? എന്റെ ദൈവം എന്നോട് പറഞ്ഞു, क्योंकि मेरा परमेश्वर मुझे ഇവരുടെ बताया, പ്രാണനെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നെന്ന്. इन लोगों का प्राण मैं तेरे हाथ में सौंप दिया है. ഹല്ലേലൂയ. हालेलुया പ്രാർത്ഥിച്ചവന്റെ മുൻപിൽ हालेलुया हालेलुया. പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ प्रार्थना किया हुआ संत के सामने അപകടം ഒഴിഞ്ഞു മാറിയെങ്കിൽ और दुर्घटना दूर चला गया. പ്രാണൻ കൊള്ള പോലെ മടങ്ങി വന്നെങ്കിൽ प्राण को Jesus. लूट कर देने जैसे वापस दिया तो ഇന്ന് രാത്രി ആത്മാവനോട് പറയുന്നു, आज रात को पवित्र आत्मा मुझसे ചില वाणी सुना, മരണത്തിന്റെ കടുങ്കെട്ടുകളെ मृत्यु का बंधन को രാത്രി ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്. आज रात को पवित्र आत्मा तोड़ देता है. ഇന്ന് രാത്രി कूड़ा बारा बा शंदला रीखा वाला बा. पवित्र आत्मा आज रात को ഇത് ചെയ്യാൻ പോകുകയാണ്. वो शुरू किया है काम. എത്ര പേര് ഈ രാത്രി कितने लोग आज रात को പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് और पवित्र आत्मा का आजादी के साथ വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് अपने ആരാധിച്ച് आप को छोड़कर आराधना के लिए तैयार हो जाए. ചലിപ്പിച്ച് कूड़ा बारा बा शंदला रीखा बा. അന്യഭാഷയിൽ ഈ രാത്രി आमीन. अपने शरीर को हल्ले छोड़ दीजिए. अन्य भाषा बात करते ദൈവത്തെ हुए ആരാധിച്ചാട്ടെ. परमेश्वर को आराधना करें. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ओरी बाबा शारा बारा बारा. ചിലത് ഇതിന്റെ അകത്ത് हालेलुया. आज रात को पवित्र आत्मा अपना कार्य हमारे बीच में कर रहा है. ഇന്ന് രാത്രി ചില മരണത്തിന്റെ കടുങ്കെട്ടുകളെ ഞങ്ങൾ ആത്മാവിൽ അഴിക്കുന്നു. आज रात को हल्ले मृत्यु का बंधन का रस्सी को पवित्र आत्मा तोड़ देता है, तोड़ रहा है. रूडा बारा बा Hallelujah. हालेलुया हालेलुया हालेलुया. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? कितने लोग विश्वास कर सकते കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ हैं? एक बार हाथ ऊंचा कर धन्यवाद करें. Amen. हालेलुया. പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ पतमोस टापू में अकेला യോഹന്നാന്റെ അടുക്കൽ यूहन्ना के पास എന്റെ കർത്താവ് ഇറങ്ങി വരിക. मेरा प्रिय प्रभु उतर कर आया. യോഹന്നാൻ യേശുവിനെ
यूहन्ना यीशु प्रभु को പത്മോസിൽ ഈ കാണുന്നതിന് पत्मोस में देखने के लिए ഒരു 65 കൊല്ലങ്ങൾക്ക് മുമ്പ് देखने से एक 65 करीबन 65 साल पहले യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ यीशु प्रभु जब स्वर्गारोहण करते समय അത് കാണാൻ കൂടി നിന്നവരുടെ കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കണ്ടതാണ്. वो देखने के लिए खड़ा रहने वाले लोगों के बीच में खड़ा होकर देखा था यीशु प्रभु को. യേശുവിന്റെ കോമള പാദങ്ങൾ ഒലിവ് മലയുടെ മുകളിൽ നിന്ന് പറഞ്ഞു പൊങ്ങി. यीशु प्रभु का सुंदर मनोहर पैर उस जैतून पहाड़ से ऊपर के ओर उड़ गया. ഉയർന്നു പൊങ്ങി പൊങ്ങി ഉയർന്ന് യേശു അനന്ത വിഹായസിലൂടെ ഇങ്ങനെ പോകുകയാണ്. इस प्रकार उड़कर उड़कर यीशु स्वर्ग के ओर बढ़ रहा था. ഇവർ ഇമവെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. अपना आंख को ना हिलाते हुए वे लोग वो देख रहा है. അങ്ങ് മേഘപാളികൾക്കകത്ത് എന്റെ രക്ഷിതാവ് മറഞ്ഞു. मेरा प्रभु उस ऊपर के और बादल के बीच में से आगे निकल गया. അവസാനം മേഘങ്ങളും എന്റെ രക്ഷിതാവിന്റെ കാലുകളെ മറച്ചു. और आखिरी में बादल भी मेरा प्यारा प्रभु का पैर को भी छिपा दिया. അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. वे लोग सचमुच चाहा ആ വെള്ളി മേഘങ്ങൾ ഒന്ന് വഴിമാറിയിരുന്നെങ്കിൽ वो सफेद बादल थोड़ा रास्ता बनाया करता യേശുവിനെ ഒന്നുകൂടെ കണ്ടിരുന്നെങ്കിൽ. यदि हमारा यीशु मसीह को और एक बार मिल सकता था तो. പക്ഷെ മേഘങ്ങൾ വഴിമാറിയില്ല. लेकिन बादल जगह रास्ता नहीं बनाया. യേശുവിനെ കണ്ടില്ല. यीशु मसीह को देख नहीं पाया. പകരം കണ്ടത് രണ്ട് ദൂതന്മാരെയാണ്. उसके बदले में दो दूतों को देखा. എന്നാൽ 65 കൊല്ലങ്ങൾക്ക് മുമ്പ് लेकिन 65 साल पहले മേഘപാളികൾക്കകത്തു മറഞ്ഞവനെ बादलों के पार उस पार छिपाया हुआ यीशु प्रभु को യോഹന്നാൻ ഇവിടെ മുഖതാവിൽ കാണുകയാണ്. अभी यूहन्ना अपने आमने सामने देख रहा है. യോഹന്നാൻ യേശുവിനെ സൂക്ഷിച്ചു നോക്കി. यूहन्ना यीशु प्रभु को बहुत ध्यान से देखा. അന്ന് കയറിപ്പോയതുപോലല്ല ഇപ്പോൾ എന്റെ രക്ഷിതാവ് ഇറങ്ങി വന്നിരിക്കുന്നത്. जैसे उस समय पर चढ़ के गया था वैसे नहीं अभी मेरा प्रभु जब उतर आया था. അവന്റെ തലമുടി തൂവെള്ളയാണ്. उनका बाल बिल्कुल सफेद थी. ആണിപ്പാടേറ്റ കരങ്ങളിൽ ഒന്നിൽ 7 നക്ഷത്രമുണ്ട്. और जो हाथ में खिला मारा था उस हाथ में 7 ताराएं थे. അഗ്നിജ്വാലയ്ക്ക് സദൃശ്യമാണ് കണ്ണുകൾ. आग के समान उसके आंखें. നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന സൂര്യനെ പോലെയാണ് മുഖം. और उनका चेहरा दोपहर को देखने वाला सूरज के समान रोशनी देते थे. വിജയിയായ രാജാവിനേറ്റ മുറിവെന്ന വണ്ണം കുന്തപ്രയോഗമേറ്റുണ്ടായ മുറിവ് ഭൂഷണമായി വിരാജിക്കുന്ന തിരുമാർവിൽ അവൻ പൊൻകച്ച കെട്ടിയിട്ടുണ്ട്. और भालू से उसका छाती भेजा था वहां पर उन्होंने इस प्रकार एक वस्त्र को पहना है. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ് എന്റെ രക്ഷിതാവിന്റെ കാലുകൾ. आग के भट्टी में जलाया हुआ पीतल के समान है मेरा प्रभु का पैर. അവൻ ഉലാവുന്നത് സപ്തദീപങ്ങളുടെ നടുവിലൂടാണ്. और वो घूमते हैं 7 दीवटों के बीच में. യോഹന്നാൻ അവനെ കണ്ടിട്ട് यूहन्ना उसको देखते हुए തന്റെ കാൽക്കൽ വീണു. उनके पैर पर गिर पड़ा. മരിച്ചവനെ പോലെ വീണു. मुंह के बल के गिर पड़ा. എന്റെ കർത്താവ് വലങ്കരമെടുത്ത് അവന്റെ മേൽ വെച്ചിട്ട് പറയുന്നു, मेरा प्रभु अपना दहना हाथ उसके ऊपर रखकर इस प्रकार യോഹന്നാനേ, बताया, നീ ഭയപ്പെടണ്ട കേട്ടോ. ये यूहन्ना तू डरो मत. ഞാൻ മരിച്ചവനായിരുന്നു. मरा हुआ था എങ്കിലും लेकिन ആമേൻ. हालेलूया. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം പറ. आइए हाथ ऊंचा ഞാൻ करकर हालेलूया. മരിച്ചവനായിരുന്നു. मैं मरा हुआ था എന്നാൽ എന്നേക്കും लेकिन हमेशा के लिए हमेशा के लिए ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു. जीवित रहकर उठा है. ഹല്ലേലൂയ. हालेलूया. എന്നിട്ട് ये बोलने के बाद ഈജിയൻ കടലിലെ തിരമാലകളുടെ ശബ്ദവീചികളെ ഭേദിച്ച് ओ ईदियन झील के उस लहर के बीच में തന്റെ ഭക്തന്റെ ചെവിത്തടത്തിൽ മുഴങ്ങത്തക്ക നിലയിൽ और अपना संत कान में सुनने लायक അവനോട് പറഞ്ഞു, നീ എഴുതുക.
इस प्रकार सुनाया कि तू लिखो। എന്തെഴുതണം? क्या लिखना है? 3 കാര്യങ്ങൾ എഴുതണം. 3 बातें लिखना है। 1 നീ കണ്ടത്, तो जो देखा है वो, 2 ഇപ്പോഴുള്ളത്, अभी जो है वो, 3 മേലാൽ സംഭവിപ്പാനുള്ളത്. और जो भविष्य में होने वाला है നീ वो भी लिखना। കണ്ടത് 1-ാം അധ്യായത്തിലെ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനാണ്. अभी जो तूने देखा है वो तेजोमयन प्रभु यीशु के बारे में है। 2 ഇപ്പോഴുള്ളത്, अभी जो है दूसरी बात, 2-3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകളാണ്. दूसरा और तीसरा अध्याय में लिखा हुआ 7 कलीसियाओं के बारे में है। 3 മേലാൽ സംഭവിപ്പാനുള്ളത്, और तीसरी बात जो होने वाली है भविष्य में, ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം कलीसिया का उठा ले जाने के बाद ഈ മണ്ണിൽ നടക്കേണ്ടുന്ന സംഭവ വികാസങ്ങളാണ്. इस दुनिया में घटित होने वाला घटनाओं के बारे में എന്നാൽ है। ഒന്നാമത്തേതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത. लेकिन आज हमारा मनन के लिए सो जो पहली बात है वो है, 1 നീ കണ്ടത്. आपने जो कुछ देखा है वो, എന്താണ് നീ കണ്ടത്? क्या देखा है आपने? അത് തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശുവിനെയാണ്. महिमामय प्रभु यीशु मसीह को। ആമേൻ. हालेलुया, ഒരിക്കൽ കൂടി നന്ദിയോടെ കർത്താവിന് സ്തോത്രം. हालेलुया, हालेलुया। യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, यीशु मसीह का प्रकाशित वाक्य। ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. अभी जो बताने जा रहा है ഈ वो ध्यान से വിഷയം सुनिए। പൂർത്തീകരിക്കാൻ സമയം അനുവദിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ये विषय का समाप्ति कर सकता है करके मुझे खबर नहीं। എപ്പോൾ തികയുന്നോ അപ്പോൾ സന്ദേശം തീരും. समय जब पूरा होते समय संदेश भी पूरा करेगा। അതുകൊണ്ട് ശാന്തമായി ഇന്ന് രാത്രി യേശുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. इसलिए शांत तौर पर आज यीशु प्रभु को मैं आपके सामने परिचय करवाना चाहता हूँ। പ്രസംഗം മുഴുവൻ പൂർത്തീകരിക്കണമെന്നില്ല. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയെങ്കിൽ യേശുവിന്റെ നാമം ഞാൻ ഉച്ചരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ മേൽ വിടുതൽ അയക്കാൻ ഈ രാത്രി സ്വർഗം വിശ്വസ്തനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरा संदेश पूरा करने का कोई जरूरत नहीं है। जब मैं यीशु प्रभु का नाम को पुकारते समय, मैं बताते समय आपके व्यक्तिगत जीवन में छुटकारा और चंगाई बेचने वाला हमारा प्रभु हमारे मध्य में है करके हमें से कितने लोग विश्वास करते हैं? ആമേൻ. हालेलुया। വെളിപ്പാട് പുസ്തകത്തിൽ प्रकाशित वाक्य में ഭാവികാല വെളിപ്പാട് മാത്രമല്ലുള്ളത്. भविष्य का विवरण या दर्शन केवल नहीं है, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വെളിപ്പാടുണ്ട്. यीशु प्रभु के बारे में और यीशु के संबंधित प्रकाश वचन है। യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരു വെളിപ്പാടിന്റെ ആവശ്യകതയുണ്ടോ? यीशु मसीह के बारे में और यीशु मसीह के संबंधित एक प्रकाशित वाक्य का जरूरत है क्या? എന്താ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം? मैं ऐसे क्यों पूछा? വെളിപ്പാട് എന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം അപ്പോകലിപ്സിസ് എന്ന പദമാണ്. प्रकाशित वाक्य का यूनानी शब्द इस प्रकार है कि അപ്പോകാലിപ്സിസ്. അപ്പോകാലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ നീക്കി കാണിക്കുക എന്നുള്ളതാണ്. अपोकैलिप्सिस जो यूनानी शब्द है उसका अर्थ इस प्रकार है कि जो पर्दा से छिपा कर रखा है पर्दा हटाकर दिखाता है. ഞങ്ങൾ നിന്ന് പ്രസംഗിക്കുന്ന ഈ വേദിയിൽ हम जहां खड़ा होकर संदेश सुनाने वाला इस मंच पर ഒരു കർട്ടൻ ഇട്ടാൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല. यदि एक पर्दा डालेगा तो आप लोग हमें देख ना पाएगा. എന്നാൽ കർട്ടൻ മാറ്റിയാൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ സാധിക്കുന്നു. पर्दा हटाने से आप लोग हमें देख पाते. ഇതുപോലെ इसी प्रकार ത്രികാല വേദിയും കാലത്രയങ്ങൾ കയ്യിലുള്ളവനുമായ ദൈവം और पूरा पिछला जमाना, वर्तमान काल और भविष्य काल अपना अधीन में रखने वाला हमारा परमेश्वर प्रभु यीशु मसीह കാലത്തിന്റെ കർട്ടൻ മാറ്റി और जमाने का पर्दा हटाकर മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുക്കുന്നു. युग का पर्दा हटाकर अपना दास यूहन्ना को प्रकट करते हैं. അപ്പൊ വെളിപ്പാടെന്ന് പറഞ്ഞാൽ, प्रकाशित वाक्य का अर्थ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ ആണോ, മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ നീക്കി കാണിക്കുന്നതാണെങ്കിൽ, प्रकाशित वाक्य का अर्थ और छिपाकर पर्दा डाला हुआ
और उसके पीछे रखा हुआ बातों को पर्दा हटाकर दिखाने वाली बात है तो യേശു ക്രിസ്തുവിനെ കുറിച്ച് यीशु प्रभु के बारे में ഒരു വെളിപ്പാട് വേണ്ടി വരുന്നു എങ്കിൽ यदि इस प्रकार एक प्रकाशित वाक्य का जरूरत आता है तो യേശു മറഞ്ഞിരുന്നവനാണെന്നല്ലേ അർത്ഥം? यीशु मसीह छिपा हुआ है था करके ही इसका अर्थ होता है। മറഞ്ഞിരുന്നാൽ പോരെ, മറ നീക്കി കാണിക്കുന്ന വെളിപ്പാട്. और यदि छिपा हुआ है तो पर्दा हटाने का जरूरत पड़ता है। ആണോ? യേശു മറഞ്ഞിരുന്നവനാണോ? क्या यीशु मसीह छिपा हुआ था? സോറി प्लीज ഓക്കെ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറയാം. हालेलुया। യേശു മറഞ്ഞിരുന്നവനാണോ? क्या यीशु मसीह छिपा हुआ था है क्या? അല്ല, യേശു മറഞ്ഞിരുന്നവനല്ല. यीशु मसीह छिपा हुआ नहीं था। മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 3 बातें आपको सुनाने से आपको बात मालूम पड़ेगा। ഒന്ന്, യേശുവിന്റെ ജനനത്തിലേക്ക് നിങ്ങൾ എന്റെ കൂടെ വരണം. आप मेरे साथ आइए यीशु मसीह का जन्म के ओर। ഈ ഭൂമുഖത്ത് इस धरती में ഏതൊരു മനുഷ്യ സ്ത്രീ, कोई भी मनुष्य स्त्री ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്തു കഴിഞ്ഞ് एक बच्चा को जन्म देते समय ആ അമ്മയും കുഞ്ഞും കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. वो माँ और बच्चा जहां पर बैठते लेटते हैं वहां का उस स्थान को आप जरा सा सोचिए। വഴിയെ പോകുന്നവരെല്ലാം അമ്മയും കുഞ്ഞിനെ കാണത്തക്ക നിലയിൽ ആരും തുറസായി കിടത്താറില്ല. और माँ और बच्चा को जाने वाले सारे लोग देखने जैसे एक स्थान में कोई भी व्यक्ति इस प्रकार नहीं रखेगा। ചെറ്റക്കൂടിലാണെന്നിരിക്കട്ടെ, और झोपड़ा पट्टी है सोचो, ഒരു കർട്ടൻ കൊണ്ടെങ്കിലും ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു മറവ് കൊടുക്കും, ഒരു പ്രൈവസി കൊടുക്കും. അത് ലോക സാമാന്യ മര്യാദയാണ്. दुनिया के हिसाब से कम एक पुराना कपड़ा का पर्दा लगाकर उस माँ और बच्चे को थोड़ा छिपाकर रखने का प्रयास जरूर करेगा। എന്നാൽ ഇന്ന് രാത്രി എന്റെ യേശുവിന്റെ ജനനത്തിലേക്ക് നിങ്ങൾ വരണം. लेकिन आज रात को हम यीशु प्रभु का जन्म स्थान के और उस क्षेत्र में आगे बढ़िए। ബൈബിൾ പറയുന്നു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ കാലിത്തൊഴുത്തിൽ കിടത്തി. और बाइबल में इस प्रकार बताया गया है कि सत्र में उसको जगह ना होने के कारण और उसको चरनी में लिटाया। നമ്മൾ അത് വായിക്കുമ്പോൾ ചിന്തിക്കുക, हम इस प्रकार पढ़ते समय सोचिए, നിവർത്തികേട് കൊണ്ട് കാലിത്തൊഴുത്തിൽ കിടത്തിയെന്ന. और हम सोचता है कि उनका जो तकलीफ के कारण, सहोदरങ്ങളെ, कमी के कारण चरनी में लिटाया। സഹോദരങ്ങളെ, നിവർത്തികേട് കൊണ്ട് കിടത്തിയതല്ല. और जो उनका परेशानी या तकलीफ कमी कटी के कारण चरनी में लिटाया नहीं। മറിയയുടെ ഉദരത്തിൽ मरियम का गर्भ में യേശു ഉരുവാകാൻ പോകുന്ന വിവരം, और यीशु मसीह का पैदा होने का विवरण मिलने से पहले ഗബ്രിയേൽ ദൂതനെ അയച്ചാ ദൈവം പറയിപ്പിച്ചത്. और गब्रिएल दूध उनके पास आकर इस प्रकार बताया। യോസേപ്പിന് സംശയം ഉണ്ടായപ്പോ जोसेफ को जब शंका आया, സംശയ നിവാരണം വരുത്താൻ അതേ ദൂതനെയാണ് ദൈവം യോസേപ്പിന്റെ അടുക്കൽ അയച്ചത്. शंका हटाने के लिए वही दूध को यूसुफ के पास परमेश्वर ने भेजा। എന്റെ യേശു പിറന്നു വീണ ശേഷം यीशु मसीह का जन्म होने के पश्चात ജനന വൃത്താന്തം അറിയിക്കാൻ ഇടയന്മാരുടെ അടുക്കൽ ദൈവം ഒരു ദൂതനെ അയച്ചു. जन्म के बारे में और चरवाहों को सुनाने के लिए स्वर्गदूत को भेज दिया। ആ ദൂതൻ പാടാൻ തുടങ്ങിയപ്പോ കൂട്ടത്തിൽ പാടാൻ വേറെ ദൂതന്മാരും വന്നു. जब वो दूध गाना शुरू किया, उनके साथ जोड़कर गाने के लिए और दूसरे दूध लोग भी आए। ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, आज रात को मैं आपसे पूछना चाहता हूँ, മറിയയുടെ അടുക്കൽ, യോസേപ്പിന്റെ അടുക്കൽ, ആട്ടിടയന്മാരുടെ അടുക്കൽ വന്ന് ആ ദൂതൻ और मरियम के पास, यूसुफ के पास, चरवाहों के पास आया हुआ वो स्वर्गदूत ആ വഴിയമ്പലത്തിന്റെ അകത്ത് ഏതെങ്കിലും മുറിക്കകത്ത് കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുത്ത് വന്നിട്ട് और कोई भी उस इन में और वहां पर रहने वाला कोई भी परिवार के अंदर कार्य करके, കണ്ടോ കണ്ടോ കണ്ടോ, വെളിയിൽ നിൽക്കുന്ന നിറഗർഭിണിയായ സ്ത്രീയെ കണ്ടോ? और बाहर खड़ा रहने वाला गर्भवती स्त्री को जरा सा देखिए, അവളുടെ പേരും മറിയ. उसका नाम है मरियम। അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് എന്റെ പുത്രനാ. और उसका गर्भ में जन्म लिया हुआ है मेरा पुत्र। അവന് പിറന്നു വീഴാൻ, और उसको जन्म देने, उसका जन्म होने के ഈ लिए മുറി ഒന്ന് കാലിയാക്കി കൊടുക്കാൻ
നിറയ്ക്കാൻ इस कमरा थोड़ा खाली करने के लिए നിങ്ങളോട് പറയാൻ ദൈവം എന്നോട് പറഞ്ഞു എന്ന് आपको बताने के लिए परमेश्वर मुझे भेजा बताया ഒരു ദൂതൻ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ यदि कोई देव स्वर्गदूत जाकर बताया होता എന്റെ ഒരു ചിന്ത मेरा विचार इस प्रकार है ആ വഴിയമ്പലത്തിൽ ഒരു മുറിയല്ല और उस क्षेत्र उस भवन में एक कमरा नहीं ആ വഴിയമ്പലം മുഴുവൻ അവർ കാലിയാക്കി കൊടുക്കുമായിരുന്നു पूरा भवन उनके लिए खाली कर कर जरूर दे सकता था പക്ഷെ തന്റെ പുത്രൻ ആ വഴിയമ്പലത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു മുറിയിൽ പിറന്നു വീഴാൻ എന്റെ സ്വർഗം ഇടപെട്ടില്ല लेकिन परमेश्वर ने कभी भी अपने अधिकार को इस्तेमाल नहीं किया परमेश्वर का एकलौते पुत्र उस भवन में कोई भी एक कोना में जन्म लेने के लिए പ്രത്യുത എന്റെ യേശുവിനെ ഒരു കാലിത്തൊഴുത്തിൽ കിടത്താനാണ് പിതാവിന് ഇഷ്ടം തോന്നിയത് എന്ന് തിരിച്ചറിയുമ്പോ ഈ രാത്രി മനസ്സു നിറഞ്ഞ് സ്തോത്രം പറയാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും ആ കരം ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം बल्कि मेरा परमेश्वर इस प्रकार प्रसन्न किया कि अपना एकलौते पुत्र को उस चरणी में जन्म लेने के लिए मौका बनाने का योजना बनाया करके समझने वाले लोग आज अपना हाथ ऊंचा कर कर परमेश्वर को धन्यवाद करें हालेलुया അതിന്റെ കാരണം എന്താണെന്നറിയാമോ कारण क्या है आपको पता है ആർക്കു വേണമെങ്കിലും कारण यह है कि कोई भी जो चाहते हैं എപ്പോൾ വേണമെങ്കിലും कभी भी എന്റെ യേശുവിനെ സമീപിക്കത്തക്ക നിലയിൽ मेरे यीशु के पास आने के लिए അവന്റെ ജനനത്തിൽ അവൻ പരസ്യമായിരുന്നു जन्म के समय पर ओ हालेलुया जहर में था എത്ര പേർക്ക് इന്ന് രാത്രി ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് आज मेरा कहना कितने लोग समझते हो യേശുവിന്റെ ജനനം പരസ്യമാണ് और यीशु मसीह का जन्म जहर में था രണ്ട് യേശുവിന്റെ ജീവിതം പരസ്യമാണ് और यीशु मसीह का जिंदगी बिल्कुल जहर में पब्लिक में था തന്റെ ശിഷ്യന്മാരും മനുഷ്യരാ और उनके चेले भी मनुष्य थे അവരുടെ വിശ്രമാർത്ഥം और അവരുടെ വിശ്രമാർത്ഥം വിശ്രമം और उनका आराम के बाद കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് ഏകാന്ത സ്ഥലങ്ങളിലേക്ക് വാങ്ങി പോകുമായിരുന്നു यीशु मसीह उनको लेकर सुनसान जगह की ओर बढ़ते थे ആവശ്യക്കാരായ പുരുഷാരം और जो लोग जरूरत में है യേശുവിനെ അന്വേഷിച്ച് അവിടേക്ക് ചെല്ലുമ്പോ यीशु मसीह को ढूंढते हुए वहां पहुंचते समय ഇടയനില്ലാത്ത ആടുകളെ പോലെ और जिनको चरवाहा नहीं है इस प्रकार का भेड़ के समान ചിന്നിയവരും ചിതറിയവരുമായി പുരുഷാരത്തെ കണ്ടിട്ട് तितर फितर हो गया हुआ लोगों को देखकर തന്റെ വാത്സല്യ നിധികളായ ശിഷ്യഗണങ്ങളുടെ ക്ഷീണത്തെ പോലും അവഗണിച്ച് अपना प्रिय चेलों का थकावट को ना समझते हुए ദിവസങ്ങളോളം പുരുഷാരത്തോട് സുവിശേഷം പ്രസംഗിച്ച് और दिन दिन तक लोगों के साथ सुसमाचार सुनाते हुए അവരുടെ രോഗികളെ സൗഖ്യമാക്കി उनके बीमारों को चंगा करते हुए ഭൂതങ്ങളെ പുറത്താക്കി उनका दुष्ट आत्मा को निकालते हुए പുരുഷാരത്തിന്റെ നടുവിൽ ജീവിച്ചവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് लोगों के बीच में दिन दिन तक रह लिया हुआ है हमारा यीशु प्रभु അതിനെ ഞാൻ ഇങ്ങനെ പറയാം मैं इस प्रकार बताना चाहता हूं ഭക്തന്മാരിൽ നിന്ന് മറച്ചു വെക്കാനൊന്നുമില്ലാതെ भक्तों से छिपा कर रखने के लिए कोई भी ऐसा बात नहीं है करके ഭക്തന്മാരുടെ നടുവിൽ ജീവിച്ച ഒരൊറ്റ രക്ഷിതാവുണ്ടെങ്കിൽ അതിന്ന് രാത്രി നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണെന്ന് അറിയുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞാൽ അത് അധികപ്പെട്ടല്ല കേട്ടോ अपने भक्तों के बीच में से कोई भी छोटी मोटी बात को भी ना छिपा कर रखते हुए अपने आप को उनके बीच में रखकर जीवन बिताया हुआ एक ही व्यक्ति आकाश के नीचे पृथ्वी के ऊपर है तो वो हमारा यीशु प्रभु है हालेलुया ഭക്തന്മാരിൽ നിന്നും മാത്രമല്ല केवल भक्तों से नहीं ശത്രുക്കളിൽ നിന്നു പോലും दुश्मनों से भी എന്റെ രക്ഷിതാവിന് മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല मेरा उद्धारकर्ता प्रभु
कोई भी बात അതുകൊണ്ട് को छुपा कर नहीं रखा അതുകൊണ്ട് था। തന്റെ പുറകെ इसलिए उनके पीछे തെറ്റിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നടന്ന और यदि कोई जरा सा गलती है तो ढूंढ निकालने के लिए ശത്രുക്കളുടെ നെഞ്ചിനു നേരെ വിരൽ ചൂണ്ടി दुश्मनों के छाती के और उंगली लगाते हुए നസ്രായൻ ചോദിച്ചു, नसरायन यीशु प्रभु ने पूछा, നിങ്ങളിൽ ആരെന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും? आप में से कौन मेरा पाप का बोध दिलाएगा? ഊരിയാടാൻ ഒരക്ഷരം അവർക്കുണ്ടായിരുന്നില്ല. सब लोग चुप हो गया, कोई शब्द निकला नहीं। ഇന്ന് രാത്രി എനിക്ക് അഭിമാനമുണ്ട്. आज मैं अभिमान के साथ बताता हूँ, ഭക്തന്മാരിൽ നിന്നും മാത്രമല്ല, भक्तों से केवल नहीं, ശത്രുക്കളിൽ നിന്ന് പോലും दुश्मनों से भी മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ न छुपाने के लिए कोई भी बात बिना ഈ മണ്ണിൽ इस धरती में ജീവിച്ച എന്റെ യേശുവിന്റെ जीवन बिताया हुआ मेरा यीशु का സന്ദേശത്തിന്റെ വക്താവായി നിൽക്കാൻ संदेश का वक्ता बनकर यहाँ खड़ा रहने അവന്റെ के लिए പവിത്ര നാമം ओ हाल उनका पवित्र नाम को എന്റെ ആധാരത്തിലെടുക്കാൻ मेरा मुंह में लेने के लिए എനിക്ക് അവസരം തന്ന് मुझे अवसर दिया എന്റെ हुआ ദൈവത്തിനു സ്തോത്രമെന്ന് मेरा प्रभु പറയാൻ को धन्यवाद देने എത്ര के പേര് लिए രാത്രി തയ്യാറാകോ? आज रात को कितने लोग तैयार हो जाएगा? ശബ്ദമുയർത്തി ആർത്തി രാത്രി ദൈവത്തിനു സ്തോത്രം പറയാ. आइए हम आवाज उठाकर आज हमारे प्रभु को धन्यवाद का बलि चढ़ाए। हालेलुया। യേശുവിന്റെ ജനനം പരസ്യമാണ്. मेरा यीशु मसीह का जन्म जहर में थे, യേശുവിന്റെ ജീവിതം പരസ്യമാണ്. यीशु मसीह का जीवन जहर में थे। ഇനി മൂന്ന് യേശുവിന്റെ മരണം പരസ്യമാണ്. तीसरी बात तो यीशु प्रभु का मृत्यु भी जहर में हुई। ചിലരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് शायद कुछ लोग इस प्रकार सोचते होंगे, ആരും കാണാൻ കഴിയാത്ത ഏതോ വലിയ മലയുടെ മണ്ടേ കൊണ്ട് മിശിഹാ തമ്പുരാനെ ക്രൂശിച്ചെന്ന. ऐसा कोई लोग ना देखने लायक बहुत ही एक पहाड़ के ऊपर यीशु प्रभु को लेकर मार डाला। സഹോദരങ്ങളെ, അങ്ങനല്ല. मेरे प्यारों ऐसा नहीं, ഒരു ചെറിയ കുന്നിന്റെ മുകളിലാ. एक छोटा सा पहाड़ के അത് ऊपर है। മാത്രല്ല, केवल इतना ആ नहीं, കുന്നിന് സമീപത്ത് ഒരു പെരുവഴിയും ഉണ്ടായിരുന്നു. और उस पहाड़ के बगल में एक बड़ा हाईवे रास्ता भी थे। അതുകൊണ്ട് ബൈബിൾ പറയാ, വഴി പോകുന്നവരെല്ലാം തല കുലുക്കിക്കൊണ്ട് പറയുക, അന്ന് ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരാൻ. इसलिए बाइबल में लिखा हुआ है कि जो रास्ता से निकलने वाले लोग सब मुंडी हिलाकर इस प्रकार कहते हैं, यदि तू परमेश्वर से निकला उतराओ। അപ്പൊ ഒരു പെരുവഴിയുടെ സമീപത്തായി എന്റെ രക്ഷിതാവിനെ ക്രൂശിച്ചത്. और एक बड़ा रास्ता के बगल में मेरा यीशु प्रभु को सूली पर चढ़ाया। അതുകൊണ്ട് പൗലോസ് പറയുക, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. इसलिए प्रेरित पौलुस इस प्रकार कहा कि परमेश्वर ने यीशु प्रभु को और जहर में खड़ा कर दिया, निंदा पात्र बनकर। ആമേൻ. हालेलुया, ശക്തിയോടെ हालेलुया, സ്തുതിക്കാം. हालेलुया, हालेलुया, हालेलुया। യേശുവിന്റെ ജനനം പരസ്യമാണെങ്കിൽ, यीशु मसीह का जन्म यदि जहर में था तो, യേശുവിന്റെ ജീവിതം പരസ്യമാണെങ്കിൽ, उनका जीवन जिंदगी जहर में होता तो, യേശുവിന്റെ മരണം പരസ്യമാണെങ്കിൽ, यदि उनका मृत्यु जहर में था तो പിന്നെന്തുകൊണ്ട് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് വേണ്ടി വന്നു? फिर क्यों यीशु मसीह के बारे में एक प्रकाशित वाक्य का जरूरत पड़ा? വന്നതിന്റെ കാര്യം ഞാൻ അങ്ങ് പറയാം. मैं कारण बताऊंगा। 4-1 ആയുള്ളൂ. चार में से एक ही हुआ है, സമയം ഇന്ന് ചാട്ടുളി പോലെ പൊക്കൊണ്ടിരിക്കുക. और समय इतना तेजी से चल रहा है। പെട്ടെന്ന് ഞാൻ അങ്ങ് പറയാം. मैं जल्दी बताऊंगा। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, फिलिपियों के पत्री 2 अध्याय 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. 5वां वचन। ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. മതി. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി आइए हम प्रभु को ദൈവത്തിന് धन्यवाद സ്തോത്രം करें। ചെയ്യാം. हालेलुया, ആമേൻ. हालेलुया। കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ, और यीशु प्रभु ने परमेश्वर का स्वभाव में बैठा रहता समय ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, अब अपना जो परमेश्वर के साथ जो समानता था वो ना पकड़ते हुए, ഞാൻ ഇനി പറയുന്ന പദം ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. और अभी जो बात मैंने बताने जा रहा है बहुत ध्यान से सुनिए। നമ്മുടെ കർത്താവ് हमारा प्रभु നമ്മെ തേടി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നപ്പോ हमें ढूंढकर जब इस धरती में आया, തന്റെ ദൈവത്വമല്ല, अपना ईश्वरीयता नहीं, തന്റെ ദൈവത്വത്തിന്റെ
മഹത്വമാണ് വേണ്ടാന്ന് വെച്ച് വന്നത്. परमेश्वर के स्वरूप का महिमा को छोड़कर इस दुनिया में आया. Amen. Hallelujah. ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിച്ച് പറഞ്ഞോട്ടെ. और मैं दोहराना चाहता हूँ, നമ്മെ തേടി നമ്മുടെ രക്ഷിതാവ് ഈ മണ്ണിൽ വന്നപ്പോൾ हमें ढूंढकर जब हमारा उद्धार करता इस दुनिया में आया, തന്റെ ദൈവത്വമല്ല, उनका ईश्वरीयता नहीं, ദൈവത്വത്തിന്റെ മഹത്വമാണ് വേണ്ടാന്ന് വെച്ച് വന്നത്. ईश्वरीयता का महिमा को छोड़कर आया है. എന്തുകൊണ്ട് യേശു അങ്ങനെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടാന്ന് വെച്ച് വന്നു? यीशु मसीह क्यों अपना ईश्वरीयता का महिमा को छोड़कर आया? എന്റെ ദൈവം मेरा प्रभु തന്റെ കോടാനുകോടി ദൈവമഹത്വത്തിന്റെ अपना जो करोड़ों परम ईश्वरीय महिमा का ഒരു ചെറിയ അംശത്തിലെങ്ങാനും एक छोटा सा भाग को ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ भाग के साथ इस दुनिया में यदि जन्म इस दुनिया में आया करता था तो മനുഷ്യന്റെ ഗതികേടായി മാറിയേനെ. इंसान का हालत बहुत खराब हो सकता था. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. मैं आपको सबूत दूंगा. തീ കത്തുന്ന പർവ്വതമായ സീനായിൽ, और आग जलने वाला सिनाई पहाड़ पर തീ പാറുന്ന പ്രമാണം മേടിക്കാൻ और आग का कानून को प्राप्त करने के लिए ദൈവം മോശയെ വിളിച്ചു. परमेश्वर मूसा को बुलाया. പൗലോസിന്റെ ഭാഷ ദൈവത്തെ കുറിച്ചുള്ളത് ഞാൻ പറയുകയാണ്. प्रेरित पौलोस के भाषा में मैं आपको परमेश्वर के बारे में बताता हूँ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ എന്റെ ദൈവം, अत्युन्नत परमेश्वर जो सबसे श्रेष्ठ उच्च स्थान में रहने वाला और दुनिया का कोई भी व्यक्ति अभी तक ना देखा हुआ इतना एक महान परमेश्वर. ആമേൻ. Hallelujah. തന്റെ കോടാനുകോടി ദൈവമഹത്വത്തിന്റെ अपना करोड़ों ईश्वरीय महिमा को, എന്റെ ഭാഷ പറഞ്ഞാൽ मेरा भाषा में यदि ഒരു बताऊंगा तो കടുകുമണിയുടെ കണികയുടെ അംശത്തിൽ एक राई के दाना के जितने സീനായിലേക്ക് ഇറങ്ങി വന്നു. सिनाई पहाड़ पर उतर आया. അപ്പൊ പ്രമാണം എന്നാന്നറിയാമോ? और उस समय का कानून ആ क्या था? ദൈവത്തെ അല്ല, और उस परमेश्वर को नहीं, ആ ദൈവം ഇറങ്ങിയ പർവ്വതത്തെ പോലും ഒരു മനുഷ്യനും തൊടാൻ അനുവാദമുണ്ടായിരുന്നില്ല. परमेश्वर को नहीं, जिस पहाड़ पर परमेश्वर ने उतराया उस पहाड़ को भी स्पर्श करने के लिए अनुमति नहीं दिया था. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. आप ध्यान से सुनिए. ദൈവത്വത്തിന്റെ പൂർണ്ണ മഹത്വത്തിലല്ല, परमेश्वर का संपूर्ण महिमा में नहीं, ഒരു ചെറിയ അംശത്തിൽ एक छोटा सा अंश में. എന്റെ ദൈവ സീനായിൽ ഇറങ്ങിയപ്പോ मेरा परमेश्वर जब सिनाई पहाड़ पर उतराया, ആ ദൈവത്തെ അല്ല, वो परमेश्वर को नहीं, ആ ദൈവം ഇറങ്ങിയ പർവ്വതത്തെ പോലും जो पहाड़ पर परमेश्वर उतराया उस पहाड़ को भी ഒരു മനുഷ്യന് തൊടാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. कोई भी व्यक्ति छूने के लिए अधिकार नहीं दिया था. അതേ ദൈവം वही परमेश्वर തന്റെ കോടാനുകോടി മഹത്വത്തിന്റെ अपना करोड़ों महिमा का ഒരു ചെറിയ അംശത്തിൽ एक छोटा सा अंश എസക്കിയേലിന്റെയും ദാനിയേലിന്റെയും ഒക്കെ അടുക്കൽ വന്നപ്പോ इज़राइल नबी और दानिയേल के पास जब आया था, അവര് മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീണു. वे लोग मरे हुओं के समान उनके मुंह पर गिर पड़ा. എന്നാൽ അതേ ദൈവം, वही परमेश्वर, എന്റെ കർത്താവ് मेरा प्रभु തന്റെ ദൈവത്വത്തിന്റെ अपना ईश्वरीयता को, മുഴുവൻ മഹത്വവും पूरा महिमा को വേണ്ടാന്ന് വെച്ച് तुच्छ समझकर छोड़कर ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നപ്പോ जब इस दुनिया में उतर कर ഒരു आया, രക്തസ്രാവക്കാരിക്ക് പോലും खून बहने वाले एक बीमार അവന്റെ स्त्री വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊടാൻ उसको कपड़े को धागा में छूने के लिए എന്റെ ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു. मेरा परमेश्वर मनुष्य का रूप धारण करके इस दुनिया में आने के कारण उन्होंने हमें इंसान से करुणा दिखाया. മനുഷ്യ, हे मनुष्य, സ്വർഗം നിന്നോട് കാണിച്ച स्वर्ग तुम्हारे लिए दिखाया हुआ ഫലമായ और अनंत काल को കരുണയുടെ करुणा का ഉന്നത വെളിപ്പാടാണ്. अत्युन्नत प्रकाशित वाक्य ജഡത്തിൽ വെളിപ്പെട്ട
शरीर में प्रकट किया എന്റെ हुआ യേശു എന്നോർക്കുമ്പോ मेरा यीशु Glory, प्रभु glory. कहता है। എത്ര പേര് ഇന്ന് രാത്രി कितने लोग आज रात को ഉയർത്തി കർത്താവിന് സ്വോത്രം हाथ പറയൂ. ऊंचा कर प्रभु को धन्यवाद शब्द करें। उयर्ती। और जोर से ഈ രാത്രി കർത്താവിനെ और जोर സ്തുതിക്കുക. से हालेलुया हालेलुया। ओ रिबाला शब्द हालेलुया। हालेलुया ഇതേ हालेलुया ദൈവം वही परमेश्वर തന്റെ ചെറിയ മഹത്വത്തിൽ अपना छोटा सा महिमा में സീനായിൽ ഇറങ്ങിയപ്പം जब सिनाई पहाड़ पर उतर आया ആ ദൈവത്തെ അല്ല, उस परमेश्वर को नहीं, ആ ദൈവം ഇറങ്ങിയ പർവ്വതത്തെ പോലും जो पहाड़ पर उतरा हुआ उस पहाड़ को भी छूने के लिए മനുഷ്യ നിനക്ക് തൊടാൻ അനുവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ मनुष्य को अधिकार नहीं दिया था, हक नहीं था। അതേ ദൈവത്തെ കയറി തൊടാൻ और वही परमेश्वर, महान परमेश्वर को ഒരു സാധാരണ മനുഷ്യനല്ല, छूने के लिए हालेलुया एक साधारण व्यक्ति नहीं, ഒരു രക്തസ്രാവക്കാരിക്ക് പോലും एक खून Glory. बहने वाले बीमार व्यक्ति स्त्री को भी അവനെ തൊടാൻ അനുവാദം കിട്ടിയത് उस महान परमेश्वर को छूने का अधिकार मिल चुका അവൻ है। എനിക്കു വേണ്ടി തന്റെ മഹത്വം വെടിഞ്ഞ് ഈ മണ്ണിൽ വന്നതാണെന്ന് ഓർക്കുമ്പോ, എന്നോടുള്ള എന്റെ കർത്താവിന്റെ ആഴമായ സ്നേഹം ഓർക്കുമ്പോ നിറകണ്ണുകളോടെ ഈ രാത്രി നന്ദി പറയാൻ എത്ര പേര് ഈ രാത്രി തയ്യാറാകും? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमारा परमेश्वर अपने महिमा को छोड़कर हालेलुया अपना स्थान मान को तुच्छ समझकर और शून्य कर इस दुनिया में आया। इस कारण से मैं और आप उनके पास जाकर उनको छूने के लिए हमें इस सौभाग्य दिया। वो कितना अद्भुत बात है, ये समझकर दिल की गहराई से धन्यवाद का बलि चढ़ाने के लिए हमसे कितने लोग तैयार होगा आज रात को। ആമേൻ. हालेलुया। സമയം പോകുന്നത് കൊണ്ട് समय व्यतीत होने के कारण നിവർത്തികേട് കൊണ്ട് ഞാൻ നിർത്താൻ പോവാ. हमारा कमी के कारण हम समाप्त करना चाहते हैं। കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറ. आइए हमारे हाथ ऊंचा करके प्रभु को धन्यवाद करें। എന്റെ രക്ഷിതാവ് मेरा प्रभु उद्धारक തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടാന്ന് വെച്ച് अपना ईश्वरीयता का महिमा को ഈ മണ്ണിൽ छोड़ शून्य कर ഈ മണ്ണിലേക്ക് വന്നപ്പോ जब इस दुनिया में आया, ഇനി എല്ലാവരും എന്റെ മുഖത്തോട് നോക്കിയേ, आप लोग मेरे चेहरा की ओर देखिए, കണ്ടവർക്ക് ആർക്കും യേശുവിനെ മനസ്സിലായില്ല. और जितने लोग उनको देखा किसी को पता नहीं चला ये कौन है करके। മനസ്സിലാകാഞ്ഞ മനുഷ്യൻ പറഞ്ഞു, और जो लोग उनको ना समझा वे लोग कहा അവനാ മറിയയുടെ മോനാണ്, और वो मरियम का बेटा है, അവനാ യോസേപ്പിന്റെ മോനാണ്, वो जोसेफ का बेटा है, യാക്കോബ് യോസേ യൂദ ശീമോൻ എന്നിവരുടെ സഹോദരനാണ്, याकूब योसे शिमोन इन भाइयों का भाई है, ആശാരി പയ്യനാ, और सुतार का बेटा है, लड़का है, പാവപ്പെട്ടവനാ, बेटा है, और बहुत गरीब है, ഭൂതമാ, और दुष्टात्मा है, ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂല, और दुष्टात्माओं का आगेवान बेल्सेबूल है। എന്നെ തേടി എന്റെ രക്ഷിതാവ് ഈ മണ്ണിലേക്ക് വന്നപ്പോ जब मुझे ढूंढकर मेरा उद्धार करता प्रभु इस दुनिया में आया, മഹിമകളെ വെടിഞ്ഞ് അവൻ ഇവിടെ മണ്ണിലേക്ക് വന്നപ്പോ स्वर्गीय महिमा को छोड़कर इस धरती में जब आया, ലോകം അവനെ മറിയയുടെ മോനാക്കി, दुनिया के लोग उनको तुच्छ समझकर ലോകം मरियम അവനെ का लड़का കേവലം समझा। ലോകം അവനെ കേവലം യോസേപ്പിന്റെ മകനാക്കി, दुनिया केवल इतना ही समझा कि ये यूसुफ का बेटा है, ലോകം അവനെ ആശാരി പയ്യനാക്കി, പാവപ്പെട്ടവനാക്കി. और दुनिया उसको इस प्रकार समझा केवल वो सुतार का एक बेटा है, बिल्कुल गरीब है, ഭൂതവും ഭൂതങ്ങളുടെ തലവനുമാക്കി. दुष्ट आत्मा और दुष्टात्माओं के आगेवान बनाया। എന്നാൽ ലോകമേ, लेकिन हे दुनिया, നിങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറത്ത്, तुम्हारा कल्पना से നിങ്ങളുടെ बढ़कर, ചിന്തകൾക്കപ്പുറത്ത്, तुम्हारे विचारों से बढ़कर, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, हिसाब से बढ़कर, നിങ്ങളുടെ പഠിപ്പിക്കലുകൾക്കപ്പുറത്ത് सिखाने से बढ़कर എന്റെ രക്ഷിതാവാരാണ് मेरा यीशु प्रभु कौन है? നിലയിൽ, हालेलुया। ആ നിലയിൽ उस अवस्था में നിങ്ങൾ യേശുവിനെ അറിയാൻ आप यीशु मसीह को पहचानने के എന്റെ लिए ദൈവം ആഗ്രഹിക്കുന്നു. मेरा परमेश्वर चाहता है, അതിനാണ് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തന്നിരിക്കുന്നത്. इसलिए मेरा परमेश्वर यीशु प्रभु का प्रकाशित वाक्य हमें दे दिया है। അത് പറയുന്നതാ സുവിശേഷ പ്രസംഗം. वो बताना है सुसमाचार। എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? कितने लोग आज रात को समझते
യേശുവിനെ പ്രസംഗിക്കുന്നത് यीशु मसीह को का प्रचार करना है, സുവിശേഷം. सुसमाचार। എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയോ? कितने लोग आज आमीन बोल सकते हैं? ശക്തിയോടെ और जोर से ഈ രാത്രി കർത്താവിന് സ്തോത്രം പറയാ. आज हम धन्यवाद करें प्रभु को। ഇനി യേശുവിനെ ആർക്കൊക്കെ മനസ്സിലായി? अब अभी कितने लोगों को यीशु के बारे में खबर पड़ा? യേശു ഇന്ന് ആരാണ്? यीशु कौन है? ഇതൊക്കെ കർത്താവ് അനുവദിച്ച यदि प्रभु सहायता करेगा तो ഹിന്ദി സർവീസിൽ ഞാൻ വരുമെങ്കിൽ അന്ന് പറഞ്ഞു തരാം. मुझे हिंदी सर्विस में आने के लिए मौका मिलेगा तो मैं उस दिन जरूर बताऊंगा। ഇന്ന് രാത്രി നിവൃത്തികേട് കൊണ്ട് ഞാൻ ഇവിടെ പുഷ്ടപ്പെടുക. और रुकावट के कारण, कमी के कारण आज मैं यहाँ पर समाप्त करना चाहता എന്റെ हूँ। സഹോദരിമാരെ, मेरे प्यारों എന്റെ സഹോദരന്മാരെ, और भाइयों बहनों, എന്റെ പിതാക്കന്മാരെ, मेरे पिता दादाओं, എന്റെ മാതാക്കളെ, मेरे माताओं, എന്നെ തേടി और मुझे ढूंढ कर എന്റെ രക്ഷിതാവ് ഈ മണ്ണിൽ വന്നു मेरा उद्धारक जब इस दुनिया में आया, തന്റെ മഹത്വം മുഴുവൻ വേണ്ടെന്ന് വെക്കാൻ तब अपना महिमा को तुच्छ समझकर शून्य करने के അവൻ लिए തയ്യാറായെങ്കിൽ वो तैयार हो गया तो ഇന്ന് രാത്രി आज रात को നിന്നെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു. आपको यीशु प्रभु कितना प्यार യേശു करता है। ഇന്ന് രാത്രി यीशु आज रात को നിന്നെ സ്നേഹിക്കുന്നു. आपसे प्यार करता ഇന്ന് है। രാത്രി കർത്താവിന്റെ കരുണ നിന്റെ കൂടെയുണ്ട്. आज रात को प्रभु का महान നീ करुणा आपके साथ അവന് है। വിലയേറിയവനാണ്. आप उनके लिए Jesus. बहुमूल्य है। യേശു ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു. आज रात को यीशु प्रभु आपसे बिल्कुल प्यार करता है। നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളി ഏതുമാകട്ടെ, आपके सामने खड़ा रहने वाला നിന്റെ चुनौती कुछ भी क्यों न हो, പോരാട്ടങ്ങൾ എന്തുമാകട്ടെ, आपका रुकावट और शैतान का गड़बड़ कितना भी बड़ा हो, യേശുവിന് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ കഴിയും. आपको छुड़ाने के लिए मेरा प्रभु सर्वशक्तिमान है। എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते അതിന് हैं? ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. आइए हम सब खड़े हो जाए। ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. आज रात को मैं आपके लिए दुआ करना എല്ലാവരും चाहता हूँ। സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. अपना अपना स्थान पर खड़ा हो जाइए। യഹോവയുടെ നാമം यहोवा का नाम ബലമുള്ള ഗോപുരമാണ്. बहुत बड़ा एक ऊंचा स्थान है। നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കും. मेरा धर्मी उस शरण स्थान पर दौड़कर आश्रय रखेगा। സ്വർലോകരുടെയും स्वर्लोक और भूलोक के लोगों का, ഭൂലോകരുടെയും धरती के लोगों का, അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന अधोलोक का शक्तियों का घुटना टेकने वाले നാം ആരാധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ हमारा यीशु प्रभु का नाम ഇന്ന് पे രാത്രി നിനക്ക് വിരോധമായി നിൽക്കുന്ന आज रात को आपके खिलाफ खड़ा रहने वाला ഇരുളിന്റെ അധികാരങ്ങൾ ഓടി മറയട്ടെ. अंधकार का सारे शक्ति भाग जाए। പൈശാചിക ആധിപത്യങ്ങൾ അഴിയട്ടെ. शैतान का अधिकार बिल्कुल टूट जाए। എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? ഒരുമിച്ച് ദൈവമക്കൾ കരമടിച്ച് आइए ദൈവത്തെ ताली ആരാധിക്കാം. बजाकर प्रभु का स्तुति എല്ലാ करें। കരങ്ങളും അടിച്ചു തുടങ്ങുക. ओ रे भाई सब लोग ताली बजाकर ओ എല്ലാ हालेलुया। കരങ്ങളും ചലിപ്പിക്കാം. यस जोर से എല്ലാ हालेलुया। കരങ്ങളും അടിച്ച് ആത്മാവിന്റെ നിറവിൽ ताली बजाकर जोर से प्रभु को ഈ स्तुति करें। രാത്രി ദൈവത്തെ ആരാധിച്ചു തുടങ്ങാം. आइए हम प्रभु का आराधना करते हुए आगे बढ़े। हालेलुया। ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തി ഇതിന്റെ അകത്ത് നടക്കട്ടെ. നിനക്ക് വിരോധമായി അന്ധകാരം പടച്ചു വച്ചിരിക്കുന്ന അവന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ രാത്രി അടയപ്പെട്ട വഴികൾ ദൈവാത്മാവ് തുറക്കട്ടെ. ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. അഗിത്തേഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവം ഇന്ന് രാത്രി നിനക്ക് വിരോധമായുള്ള ചില ദുരാലോചനകളെ ഈ രാത്രി അഴിച്ചു മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് അത് ചെയ്യുന്നു. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ അത് ഏറ്റെടുക്കുന്നു? ആത്മാവിൽ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ഈ രാത്രി ദൈവത്തെ ആരാധിക്കും. യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ തൊടട്ടെ. हालेलुया। 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 वो सारे बंधन आज यीशु के नाम से निकल जाए। सारे शैतान का कार्य आज हालेलुया टूट जाए। हालेलुया। प्रभु के
लोगों के विरुद्ध खड़ा रहने वाले शैतान की शक्ति यीशु के नाम से निकल जाए। ഇതിനകത്ത് നടക്കട്ടെ. चंगाई का सेवकाई आज हमारे मध्य में होने पाए। എല്ലാവരും ആധാരങ്ങൾ ഈ രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിൻപനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിൻപനാമം. ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം, വനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വഹിച്ച നാമം, വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വഹിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. പാപം എന്നിൽ നിന്നു നീക്കാം എന്ന് കനിഞ്ഞ നാമം, എന്നമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്ന് കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തും എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം, അന്യനെന്ന മേലെഴുത്തും എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. ഭൂതബാധിതർക്കും താരാരാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം, ഭൂതബാധിതർക്കും താരാരാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം. കുരുടർക്കും കൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം, കുരുടർക്കും കൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുന്ന നാമം. വേഗം വരുന്ന നാമം, തന്റെ ശിവലോകശാരാധന സാദരാധനാരിക ശങ്കരാധനാരിക ആഗലവുഷ. ഓ ശ്രീയേശ്വര ലോരെ 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 ഓരെ ബലവന്ത ബലവന്ത ലോരെ ലോരെ ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗങ്ങളുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാലുകൾ മടങ്ങുന്ന നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ രാത്രി ഈ ജനത്തിന്മേൽ ദൈവിക വിടുതൽ കൽപ്പിക്കുന്നു. परमेश्वर के सामने ध्यान से रखिए. हमारा परमेश्वर यीशु प्रभु ने उठकर अपना ईश्वरीयता का पूर्तिकरण संपूर्णता को छोड़कर अपना प्राण के समान आपको त्याग करते हुए अपना प्राण से बढ़कर आपको त्याग करते हुए आज रात को इस महान प्यारा प्रभु को प्रभु का जरूरत मुझे दे करके कितने लोग आवाज में आपका समय बीत जाने के कारण मैं आपको आगे नहीं बढ़ाया और के साथ प्रभु के दास लोग आपके लिए प्रभु यीशु मसीह के द्वारा है पिताजी. जितना ने हाथ में जब किया उन सबको आपके हाथ में सौंपे. जितना ने हाथ में जब किया उनका लक्ष्य कुछ भी कहा उनका जरूरत कितना भी छोटा हो या मोटा हो और कितना प्रभु पर भरोसा रखिए. आपके यीशु प्रभु आपके चेहरा पे और देखते इन लोगों को
प्रभु जी आज अपने लोगों को शांति के साथ वापस भेज दीजिए यीशु प्रभु के नाम से। हालेलुया हालेलुया।